എൻ്റെ പേര് സിറിൽ മാത്യു എന്നാണ്. ഞാൻ ഉടമ്പടി എടുത്ത വർഷം 2024 എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്, തൃശ്ശൂർ ജില്ലയിലാണ്, കല്ലേറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ ആദ്യം നിൽക്കുമ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെയോ, ഞാനൊരു ക്രിസ്ത്യാനാണെങ്കിൽ കൂടി കുറേ കാര്യങ്ങളുടെ അർത്ഥമൊന്നും വളരാതെ ഞാൻ ഇതിൽ വന്നൊരാളാണ്. അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും അതിൻ്റെ അർത്ഥം പോലും അറിയാതെയാണ് ഞാൻ വളർന്നിട്ടുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പക്ഷേ ഡെയിലി പള്ളിയിൽ പോവും, ഞാൻ പ്രാർത്ഥിക്കും, പക്ഷേ ഒന്നും ഭയങ്കര കാര്യമായിട്ടുള്ള പ്രവർത്തനമോ ഇൻവോൾവ്മെൻറ്റോ ഒന്നും എനിക്കില്ല. ഇനി ഒരുപാട് സംസാരിക്കാൻ എന്തോ സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു പറ്റണില്ല. എന്നാൽ കൂടി എൻ്റെ അപ്പച്ചൻ എൻ്റെ ഒരു സൂപ്പർ ഹീറോ ആണ് ആൾ. ഞങ്ങൾക്കൊരു ഫാമിലി ബിസിനസ്സാണ്, ഞങ്ങൾ മെഷീൻസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടെ. അപ്പോൾ എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് സംസാരിക്കാൻ പറ്റാതെയായി, ബിസിനസ് ഇൻവോൾവ് ആവാൻ പറ്റാതെയായി. അപ്പോൾ ഞങ്ങൾ ബ്രദേഴ്സാണ്, ഞാനും എൻ്റെ ചേട്ടനുണ്ട്. ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയം പ്രാർത്ഥനയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി കൃപാസനത്തിനെ പറ്റിയോ ഇവിടുത്തെ കാര്യങ്ങളെ പറ്റിയോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം അപ്പന് കുറേ ആഗ്രഹങ്ങളപ്പം പറയും, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അങ്ങനെ ഒരു ദിവസം കുട്ടനാട് വള്ളംകളി കാണണമെന്ന് പറഞ്ഞു. ഞാൻ ലീവ് എടുക്കാം, ഞാൻ അപ്പൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. പോണ വഴി അപ്പനാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു വലിയ പള്ളിയുണ്ട്, അല്ലെങ്കിൽ കൃപാസനം എന്ന് പറഞ്ഞൊരു മറിയത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്, നീ ഒന്ന് കയറി പ്രാർത്ഥിച്ചോ. അപ്പോൾ ഞാൻ ശരി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു. ഇവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു സംവിധാനമൊന്നും കാണില്ല. വെറുതെ ഒരു റൗണ്ട് അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് തിരിച്ചു പോണ വഴി കുറേ പേര് പച്ചത്തിരിയും നീലത്തിരിയൊക്കെ കത്തിക്കണ കണ്ടു. അപ്പോൾ ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ എൻ്റെ ഡ്രൈവർ വന്ന് പറഞ്ഞു, ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ്, പച്ചത്തിരി നീലത്തിരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ വളരെ ഒരു കളിയാക്കണ രീതിയിൽ അതും തന്നെ പല പല കളറിൽ കത്തിക്കണം, ഒറ്റ കളറിൽ കത്തിച്ചാൽ പോരെ. അപ്പോൾ അത് ഒരു കളിയാക്കൽ പെട്ടെന്ന് വന്നു എൻ്റെ ഉള്ളിൽ. കളിയാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, അറിയാത്ത കാര്യങ്ങളിൽ പറയാതിരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു. പുള്ളി ഭയങ്കര സ്പിരിച്വലൊന്നുമല്ല, ഞങ്ങൾ ആ കൂടി എത്തിക്കണം ഒറ്റ പ്രാർത്ഥന സർവ്വസ്നായ പിതാവാണ്, തമ്പുരാൻ പഠിപ്പിച്ച പ്രാർത്ഥന അതെയാണ്, അതുകൊണ്ട് നീ അതെത്തിച്ചാൽ മതി എന്ന് എൻ്റെ അപ്പം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിനെ ഞാൻ കളിയാക്കി അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ ഉടനെ പറഞ്ഞു, അറിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ശരി മിണ്ടാണ്ടിരിക്കാം, എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പണ്ടത്തെ എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് സംസാരിച്ചപ്പോൾ ആൾ കൃപാസനത്തെ പറ്റി പറഞ്ഞു ഓർത്തു. ഞാൻ പെട്ടെന്നൊരു ടെൻഷൻ കയറിയിട്ട് എന്താ സംഭവം എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കയറി ഞാൻ പെട്ടെന്ന് ആളെ വിളിച്ചു. സാർ എന്നെ പോലെ ഞാൻ ഈ കൃപാസനം വഴി പാസ് ചെയ്തു, ഞാൻ കയറി, സംഭവമൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ലതൊക്കെ തന്നെ. പക്ഷേ ഈ പച്ചത്തിരിയും നീലത്തിരിയും അതൊക്കെ എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്, എനിക്ക് വലിയൊരു ഫ്ലോപ്പ് ഉണ്ടായി. ഞാനും സിറിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ വഴിയിലൂടെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ട്രാഫിക് ഉള്ള കാരണം ഇതിനെ കളിയാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ബിസിനസ്സൊക്കെ ഫ്ലോപ്പായി. പിന്നെ ആരൊക്കെയോ എൻ്റെ എന്തോ ഒരു പുള്ളിയുടെ ഒരു ഇത് കാരണം പുള്ളി ഇങ്ങോട്ട് തന്നെ വന്നു. അതിനുശേഷമാണ് പുള്ളിക്ക് എല്ലാ മാറ്റങ്ങളുണ്ടായത്. എനിക്ക് വളരെയധികം വിശ്വാസമുള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനും എന്തൊക്കെ പറഞ്ഞാലും കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓരോരുത്തരുടെ വിശ്വാസം, ഞാൻ തന്നെ കളിയാക്കിയെന്ന് തോന്നി. വള്ളംകളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ പൊക്കോ. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, അപ്പനും കൂട്ടി പൊക്കോ, എനിക്കിവിടെ ഒന്നും കൂടി മര്യാദയ്ക്കൊന്ന് കയറണമെന്ന് പറഞ്ഞു. വൈകുന്നേരം ഒരു 7 മണിയായിട്ടുണ്ടാവും, 6 മണിയായപ്പോൾ ഞാൻ അവിടെ എത്തി. തിരക്കൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് കുറവാണ്. നേരെ ഞാനിവിടെ ഒരു കുർബാനയ്ക്ക് 6:30 കുർബാന ഉണ്ടായിരുന്നു. കുർബാനയിൽ ഒരു അച്ഛൻ വളരെ ഭയങ്കര പുള്ളി ഉള്ളിൽ നിന്ന് എടുത്ത് പ്രാർത്ഥിക്കണേ നമുക്ക് കാണുമ്പോൾ അറിയാം. ഞാനപ്പോൾ ആ കുർബാന കണ്ടു. എനിക്ക് അത് കഴിഞ്ഞിട്ട് അച്ഛനോട് അപ്പം തന്നെ മാപ്പ് അപേക്ഷിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം പുള്ളിയുടെ അടുത്ത് തന്നെ വന്നിട്ട്, അച്ഛോ ഞാൻ അങ്ങനെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, സോറി, അങ്ങനെ അറിഞ്ഞുകൊണ്ട് കളിയാക്കിയതല്ല, നാച്ചുറലി വന്നു പോയതാണ്, അങ്ങനെ പറയണമെന്നുണ്ടായിട്ട് ഞാൻ ആ കുർബാന പുള്ളിനെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പ്രാർത്ഥന എത്തിക്കണ സമയത്ത് എന്നെ ഒന്ന് നോക്കി, ഇത് കഴിഞ്ഞിട്ടൊന്ന് സംസാരിക്കണം. അത് കഴിഞ്ഞ് പുള്ളി ഇടയ്ക്ക് എൻ്റെ മുഖം കണ്ട് എന്തോ ഒരു അസ്വാഭാവികത കണ്ട കാരണമെന്ന് തോന്നുന്നു ഇങ്ങനെ കാണിച്ചിട്ട് അടുത്ത് കുർബാനയുടെ ഇടയിൽ. അപ്പോൾ ഞാനും ഒന്നുമില്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചിരിച്ചിങ്ങനെ കൈയൊക്കെ കൂപ്പി വന്നു.
അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയുടെ അടുത്ത് നിന്നു. കുർബാന കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബാക്കിൽ കൂടെ നിന്നു. അപ്പോൾ പുള്ളി എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല അച്ഛോ, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംവിധാനമൊക്കെ കാണുന്നത്. കണ്ടപ്പോൾ കുറച്ച് ഓക്വേർഡായിട്ടല്ല, സ്ഥിരമായിട്ട് കാണുന്ന രീതിയായിട്ട് തോന്നിയില്ല. ഞാനൊന്ന് കളിയാക്കിയായിരുന്നു. അപ്പോൾ കുറ്റബോധം കാരണം ഞാനൊന്ന് അച്ഛനോടൊന്ന് പറഞ്ഞു കുമ്പസാരിക്കാൻ, ഒന്ന് മാപ്പപേക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, അച്ഛൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല, ഒന്നും തോന്നിയില്ലോ. ഞാൻ പറഞ്ഞു ഞാൻ എന്താ അച്ഛൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നിനക്ക് ഉടമ്പടി എടുക്കാൻ പറ്റണമെങ്കിൽ നല്ല കാര്യം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ അപ്പോഴെനിക്ക് പറഞ്ഞു തരണേ. ഇവിടെ ഉടമ്പടി ഉണ്ട്, ചിട്ടയായുള്ള. പുള്ളി അതിനെ എനിക്ക് കുറച്ചും കൂടിയും ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എൻ്റെ പ്രായത്തിലുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാം എങ്ങനെ ഉൾക്കൊള്ളണം എന്നില്ല പൊതുവേ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നീ കാണേണ്ട പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റി പിടിക്കുക. 5:30 എഴുന്നേക്കാന്ന് പറയുന്നത് പ്രഭാതത്തിൽ എഴുന്നേക്കണമെന്ന് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏർലി വേക്കപ്പ് നല്ലൊരു ബിസിനസ്സുകാർക്ക് വേണ്ട ഒരു കാര്യമാണ്. നീ നേരത്തെ എഴുന്നേക്ക്. ആ എഴുന്നേക്കാനുള്ളൊരു കൺസ്ട്രെയിൻ അല്ലെങ്കിൽ അതിനുള്ളൊരു എന്താ പറയുക, ഒരു ചാർട്ടാണത്. നിങ്ങൾക്ക് ഉള്ളിൽ തോന്നണം, ഒരു കാരണം വേണം രാവിലെ എഴുന്നേക്കാൻ. ദൈവഭക്തി ദൈവഭയം ഉണ്ടെങ്കിൽ അതൊരു കാരണമാണ് നിങ്ങൾക്ക് നേരത്തെ എഴുന്നേക്കാൻ. നീ അങ്ങനെ അതിനെ കാണ്. പിന്നെ പച്ചത്തിരി നീലത്തിരി, അതും ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. നീ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം ഇട്ട് പോകുന്നു, നിനക്ക് കളർ ഡ്രസ്സ് ഇട്ട് പോക്കൂടെ? ഡ്രസ്സ് ഇട്ടാൽ പോരെ? ഞാൻ നേരത്തെ പോലെ വെള്ളത്തിരി കത്തിച്ചാൽ പോരെ ചോദിക്കണ പോലെ നിനക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഇട്ട് പോയാൽ പോരെ? അപ്പോൾ പറഞ്ഞു ശരിയാ, അത് അച്ഛൻ പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ എനിക്ക് അതിനും ഒരു ഡിസിപ്ലിൻഡ് വേർഷൻ ആളെനിക്ക് തന്നു, എങ്ങനെയാണ് അതിനെ അങ്ങനെ കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരുണ്യ പ്രവൃത്തി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് അത്. ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യണ കാര്യങ്ങൾ കൂടിയായിരുന്നു. അത് കാരണമാണ് എനിക്ക് കൺഫ്യൂഷൻസ് വന്നത്. ഞാൻ ആൾക്കാരെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡെയിലി പള്ളി പോണ ഒരാളായിരുന്നു. ബൈബിൾ വായിക്കാറില്ലായിരുന്നു. അത് അച്ഛൻ പറഞ്ഞു നീ ബൈബിൾ വായിക്കുക, റീഡിങ് ഹാബിറ്റ് നല്ലതാണ്. ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുമ്പോൾ നീ അക്ഷരങ്ങളും വാക്കുകളും ഭാഷാശുദ്ധി എല്ലാം വരും. ബൈബിൾ അതിന് നല്ലൊരു മലയാളം നീ പഠിക്കുക. ഞാൻ പറഞ്ഞു നിനക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുമെന്ന് ചോദിച്ചു. കുഴപ്പമില്ല. മലയാളം അതും കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞു ഇത്തിരി കൂടി നന്നായിട്ട് ഒരു ഭാഷ പഠിച്ചിരിക്കുക. മലയാളത്തിൽ ബൈബിളിൽ ഇത്തിരി കൂടി നല്ല രീതിയിൽ എല്ലാം വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്. ശരി അച്ഛോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉടമ്പടി എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ആയിട്ടില്ല, കാരണം അത് പാലിക്കില്ല എന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബിസിനസ്സിൽ വീണ്ടും ഇൻവോൾവ് ആയി തുടങ്ങി. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി എടുക്കേണ്ട ഒരു സമയമായെന്ന് തോന്നി. ഞാൻ അങ്ങോട്ട് വന്നു. ഞാൻ ആ ഉടമ്പടി എടുത്തു. നടക്കാത്ത കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു. നടക്കാത്ത കാര്യങ്ങൾ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ബിസിനസ്സിൽ നല്ലൊരു രീതിയിൽ മാറ്റം കൊണ്ടുവന്നു. എൻ്റെ പ്രായത്തിനേക്കാൾ വിട്ടുള്ള ഒരുപാട് സെയിൽസ് ഞാൻ ചെയ്തു. അതായത് വലിയ പ്രൈസിങ്ങളുടെ എന്നെയൊക്കെ സംബന്ധിച്ച് വളരെയധികം ഞാൻ എനിക്ക് സ്റ്റേജിൽ നിന്ന് കരയണമെന്നുണ്ട് സന്തോഷം കാരണം. പക്ഷേ ഞാൻ കരഞ്ഞത് അപ്പോഴായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ കരച്ചിൽ വരുന്നില്ല. എന്തായാലും എനിക്കിങ്ങനെ പറയാൻ പറ്റിയല്ലോ, ഭയങ്കര സന്തോഷമുണ്ട്. അത് വന്നിങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ ആ വിശ്വാസത്തിൻ്റെ പേരിൽ എനിക്കങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ. ചിരിയാണ് കൂടുതൽ, സന്തോഷമാണ് കൂടുതൽ വരണത് എനിക്ക്. അതുകൊണ്ട് കരച്ചിൽ വരാതെ. ഞാൻ ഇവിടുന്ന് ആൾക്കാരെന്ന് പറയുമ്പോൾ ഇമോഷണലായിട്ട് അവർ സന്തോഷം കൊണ്ട് കരഞ്ഞ ഞാൻ കാണുന്നുണ്ട്. എനിക്കതുപോലെ പറ്റുന്നില്ല, പക്ഷേ വളരെയധികം സന്തോഷമുണ്ട്. കരഞ്ഞിരുന്നു, നടന്ന സമയത്തൊക്കെ കരഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ വെറുതെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് നടക്കുന്നുണ്ട്. ഒരുപാട് വലിയ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണ കാര്യങ്ങൾ നന്നായി വരുന്നു. കുറേ പേർക്ക് ഞാൻ വെറുതെ സജസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് നോക്ക്. ഞങ്ങൾക്ക് കൂടുതൽ ഈ ഫ്ലവർ മിൽ മിഷനറി കൊടുക്കുക, റൈസ് പൗഡറിൻ്റെ പ്ലാന്റ് ചെയ്യുക, സ്പൈസസ് പ്ലാന്റ് ചെയ്യലൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ ഇവരെന്നെ വിളിച്ച് എന്നെ പറയും സാറ് പറഞ്ഞ പോലെ ചെയ്തപ്പോൾ നന്നായി. അപ്പോൾ ഞാനൊരു സെക്കൻഡ് ആലോചിക്കും അത് നന്നായാ അതെങ്ങനെ. അപ്പോൾ അങ്ങനത്തെ കുറേ അനുഗ്രഹങ്ങൾ ഞാൻ പറയുന്നതെല്ലാം നന്നായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. ഒരുപാട് വലിയ ഓർഡേഴ്സ്, ഒരുപാട് വലിയ ആൾക്കാർ എന്നെ വിശ്വസിക്കുന്നുണ്ട്. ഒരു സ്ഥലം വാങ്ങുന്നതിനേക്കാളും മുമ്പ് എന്നോട് ചോദിക്കും ഈ സ്ഥലം ഞാൻ വാങ്ങട്ടെ എന്ന്. അപ്പോൾ ഒരു നിമിഷം ആലോചിക്കും നല്ല എന്നോട് ചോദിച്ചു, അവർക്ക് എന്നെ അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്. ഒന്നാമത് ഞാൻ അവരെ പറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതിനേക്കാളും വിട്ട് അവർക്ക് എന്നോട് ആ ഒരു സ്നേഹം തോന്നാൻ കാരണം ഈ മറിയത്തിൻ്റെ അനുഗ്രഹം എന്നാണ് ഞാൻ വിശ്വസിക്കണേ. അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവുന്നത്, എൻ്റെ ലൈഫിൽ മാറ്റം ഉണ്ടാവുന്നത് ഈ ഒരു വിശുദ്ധിയിൽ രാവിലെ എഴുന്നേറ്റ് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തനയിലും എൻ്റെ മനസ്സിലൊരു നന്മ ഉണ്ട്. ആ നന്മ എൻ്റെ കണ്ണിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ നല്ലതിന് വേണ്ടി ഞാൻ പറയണേ, എനിക്കും ദോഷമില്ലാത്ത കാര്യങ്ങളാണ് പറയണതെന്ന് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ അനുഗ്രഹങ്ങളൊക്കെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അത്ഭുതമാണ്. ഞാൻ നടക്കുന്ന രീതിയിൽ ഞാൻ അത്യാവശ്യം തെറിച്ച് നടക്കാമെന്ന് പറഞ്ഞാൽ ഒരുവിധം ചെറുപ്പത്തിലെല്ലാവരും സ്ഥിരം എൻ്റെ രീതിയിൽ സ്ട്രക്ചറിൽ നടക്കുന്ന ആൾക്കാർ അങ്ങനെ പള്ളി പോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഇതൊക്കെ സംഭവിച്ചാൽ വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്.
പിന്നെ കൃപാസനത്തിൻ്റെ പേപ്പർ കൊടുക്കാൻ നേരമാണ് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എനിക്കത് കൊടുത്ത് ശീലമില്ല. അതെങ്ങനെയാണ് കൊടുത്ത് അപ്ലൈ ചെയ്യേണ്ടത് എനിക്ക് കിട്ടണില്ല. സത്യം പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് പള്ളി കൊടുക്കുമ്പോൾ തന്നെയാണ്. ഇവർ തന്നെയാണ് പകുതി വരെ അഗൻസ്റ്റ് ചെയ്ത് ചോദിക്കണേ. അപ്പോൾ ഒരു പുള്ളിയോട് വലിയ തർക്കമായി. തർക്കം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചേട്ടാ ഇതെൻ്റെ വിശ്വാസം, അത് പോട്ടെ, ചേട്ടൻ വിശ്വസിക്കണമെങ്കിൽ വേണ്ട, വിഷയമില്ല. പക്ഷെ പുള്ളി നീ തെറ്റായിട്ട് രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം, നിന്നെ എനിക്കത് ശരിയാക്കണം. അപ്പോൾ ഞാൻ ആൾക്ക് നിന്നു കൊടുത്തു, ചേട്ടാ എന്നാൽ പറ, ഞാൻ കേൾക്കാം. ലാസ്റ്റ് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഞാൻ പഠിക്കണ കാലത്ത് കമ്പൈൻ സ്റ്റഡി നടത്തിയാണ് ഞാൻ പഠിക്കാറ്. എന്നാൽ മാത്രമേ എനിക്ക് പാസ്സാവാൻ പറ്റാറുള്ളൂ. ഒറ്റയ്ക്ക് പഠിച്ച് എന്നെ കൊണ്ട് കൂട്ടിയേ കൂടാറില്ല. ചേട്ടൻ പഠിക്കുമ്പോൾ എങ്ങനെയാന്ന് ചോദിച്ചു. അത് പറഞ്ഞു, എനിക്ക് കമ്പൈൻ സ്റ്റഡി ഒന്നും ഇഷ്ടമല്ല, ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുകയുള്ളൂ. ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഞാൻ പാസ്സാവാറുണ്ട്. അതേപോലെ തന്നെയാട്ടോ ഇതും. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. എനിക്ക് മനുഷ്യരെക്കാളും സപ്പോർട്ട് ചെയ്യാൻ എളുപ്പം തമ്പുരാനെയാണ്, മറിയത്തിനെയാണ്. ഞാനതുകൊണ്ട് ആ ഒരു കമ്പൈൻ സ്റ്റഡി ഞാൻ നടത്തുന്നു. അതിൻ്റെ വേറെ രീതിയിൽ ഞാൻ കമ്പൈൻ സ്റ്റഡി നടത്തുന്നു എൻ്റേതായ രീതിയിൽ. ചേട്ടൻ അങ്ങനെ കമ്പൈൻ സ്റ്റഡിയുടെ ആവശ്യമില്ല, ചേട്ടൻ ഒറ്റയ്ക്ക് പോക്കോളൂ, കുഴപ്പമില്ല. അത് ചില ആൾക്കാർക്ക് അത് വിശ്വാസമാണ്. ചില ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് വേണം, ആ സപ്പോർട്ടാണ് ഈ വിശ്വാസം. ചില ആൾക്കാർക്ക് സപ്പോർട്ട് വേണ്ട, അതാണ് സപ്പോർട്ടില്ലാണ്ട് ജീവിക്കണ എത്തിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. രണ്ടും ഓക്കെയാണ്. ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ട് ആ പേപ്പർ വാങ്ങില്ല എന്ന് പറഞ്ഞ ആൾക്ക് പേപ്പർ മേടിച്ച് പുള്ളി അത് പഠിക്കാനുള്ളൊരു മാനസിക നിലയിലേക്ക് ഞാൻ എത്തിച്ചു. ഇപ്പം അച്ഛൻ പറഞ്ഞു, എൻ്റെ സംസാരത്തിൻ്റെ പേരിലാണ് ഇനി ഇത് ആൾക്കാർ അറിയാമെന്നുള്ളത്. അതിൽ തന്നെയാണ് ഞാനും വിശ്വസിക്കണേ. ഞാൻ പറയും എനിക്കുണ്ടായ സന്തോഷങ്ങളും എനിക്കുണ്ടായ നല്ല കാര്യങ്ങളും. അത് കേട്ട് ഈ പറയണതിലൊന്നും ഒരുപാട് പ്രോസസ്സ് ചെയ്ത് ആലോചിച്ച് പറയാനുള്ള ഗ്യാപ്പ് ഈ സമയത്തിലില്ല. ഒരുവിധം ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഇവിടെ വരണ എല്ലാവർക്കും ഒരുപാട് പ്ലാൻ ചെയ്ത് കൃത്രിമമായിട്ടൊന്നും ഇതിൽ പറയാനുള്ളൊരു മാനസിക നില ഇവിടെ നമുക്ക് എന്തായാലും ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളാണ്. ചില ആൾക്കാർക്ക് സപ്പോർട്ട് വേണം, എനിക്ക് സപ്പോർട്ട് വേണ്ട ഒരാളാണ്. എനിക്ക് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. താങ്ക് യു. പരിശുദ്ധമയ്ക്കും ദൈവതാവിനും നന്ദി പറയാം. സിറിൽ മാത്യു ഇവിടെ സാക്ഷ്യം പറയാൻ പറഞ്ഞ സിറിൽ മാത്യു പറഞ്ഞ ഒരു കാര്യം ആദ്യം തന്നെ എനിക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള കുരിശ് വരക്കെങ്കിലും എൻ്റെ അർത്ഥം അറിയാൻ പാടില്ലെന്ന് പറഞ്ഞത്. എന്നോട് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, പിതാവ് ഈ പുത്രൻ എന്ന് പറയുമ്പോൾ ഔസേ പിതാവാണെന്ന് കരുതി, പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അത് മാതാവാണെന്ന് കരുതി. അങ്ങനെ പക്ഷേ പള്ളിയിൽ പോകും, കുർബാന കൂടും, നല്ല കാര്യങ്ങൾ ചെയ്യും, അർത്ഥങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അർത്ഥങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാനായിട്ട് സിറിലിന് സാധിക്കുന്നുണ്ട്. സിറിലിൻ്റെ അപ്പന് സ്ട്രോക്ക് വന്ന സമയത്താണ് സിറിൽ ആകപ്പാടെ വേദനിച്ച ഒരു ബുദ്ധിമുട്ട അവസ്ഥയിലേക്ക്, ബിസിനസ്സൊക്കെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിയാത്ത അവസ്ഥയിൽ. പക്ഷെ പറയുന്നത്, എൻ്റെ കഴിവിനേക്കാൾ അപ്പുറമുള്ള കാര്യം എന്നിലൂടെ കർത്താവ് നിറവേറ്റി. എൻ്റെ പ്ലാന്റുകൾ അത് വാങ്ങുവാനുള്ള സാധ്യതകൾ എനിക്ക് കർത്താവ് ഒരുക്കി തന്നു. എന്നോട് മുതിർന്നവരെ വിളിച്ച് നിർദ്ദേശങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒന്നുമല്ലാത്ത എന്നെ കർത്താവ് ഉയർത്തി എന്നുള്ളതാണ്. അതാണ് പറയുന്നത്, ഒരു ന്യൂജൻ സാക്ഷ്യമെന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും. കാരണം യുവജനങ്ങൾ കാണേണ്ട ഒരു സാക്ഷ്യമാണ്. കർത്താവ് എങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നു. വിശ്വാസം ഇവിടെ വരുമ്പോൾ അറിയില്ല പച്ചത്തിരി എന്താണ്, നീലത്തിരി എന്താണ്. നമുക്കറിയാം, പച്ചത്തിരി തന്നെ ഹരിത സസ്യങ്ങൾ നൽകിയ പോലെ പ്രത്യാശയുടെ ഇനിയും നിനക്ക് നല്ലത് കർത്താവ് വരുത്തുമെന്നുള്ള ഒരു പ്രത്യാശ. നീലത്തിരി നമുക്കറിയാം, അത് ആകാശത്തിൻ്റെ കളറാണ്. അത് മേഘസ്തംഭമായി കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധമ്മയുടെ നീലാംഗിയുടെ സംരക്ഷണമാണ്. അപ്പോൾ അതിനൊക്കെ എല്ലാത്തിനും ഓരോ അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഇത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ സിറിലിനും സാധിക്കുന്നുണ്ട്. അപ്പോൾ സിറിലിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ ഈ വലിയ അനുഗ്രഹത്തിന് ഈ മകനെ എന്നിവരെ സാക്ഷിയാക്കി നിർത്തിയതിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ജോസ്. ഞാൻ കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് KSEBിയിലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഹെൽമെറ്റാണ് ഞാൻ ഉപയോഗിക്കാറ്. എപ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ എൻ്റെ കണ്ണിലേക്ക് പക്കി അടിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രാവശ്യം അതിൻ്റെ കൊമ്പിരുന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. പിന്നെ അതേപോലെ തന്നെ 2-3 പ്രാവശ്യം അങ്ങനെ അടിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ കണ്ണിൽ വലത്തെ കണ്ണ് അതിൻ്റെ കൊമ്പിരുന്ന് അതിൽ ഇൻഫെക്ഷനായി തിമിരമായി ആ കണ്ണിന് കാഴ്ചയില്ലാതായി. അങ്ങനെ എൻ്റെ ജോലി ഒത്തിരി തടസ്സങ്ങളും എനിക്കുണ്ടായി. എങ്കിലും 5 വർഷത്തോളമായി കാഴ്ചയില്ലാതെ ഞാൻ നടക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലുകളിൽ പോയി. 2020 തമിഴ്നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ സർജറിക്ക് കിടക്കുകയുണ്ടായി. സർജറി കിടന്നപ്പോൾ ശ്വാസം കിട്ടാതെ എനിക്ക് മലർന്ന് കിടക്കാൻ പറ്റത്തില്ല. ശ്വാസം മുട്ടലാണ്. ഹാർട്ടിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ സർജറി നടന്നില്ല, തിരിച്ചു പോരുന്നു. പിന്നെ ഇവിടെ കേരളത്തിൽ തന്നെ മിക്കവാറും
വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോയി കാണിച്ചു. അങ്ങനെ കുറേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്തു കഴിഞ്ഞാൽ തന്നെ കാഴ്ച കിട്ടത്തില്ല, അങ്ങനെ ബുദ്ധിമുട്ടാണ്, ഗ്യാരണ്ടി ഇല്ലാതൊക്കെ ചെയ്യാം എന്നൊക്കെ അങ്ങനെ കുറേ പറഞ്ഞ് നമ്മൾ ശാരീരികമായി മാനസികമായിട്ട് ഒത്തിരി തളർന്നു പോയി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഇരുന്ന സമയത്താണ് ഇതേപോലെ ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഇവിടെ കൃപാസനത്തിൽ വരും. പക്ഷേ അത്ര വിശ്വാസമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയൊന്നുമില്ല, എങ്കിൽ തന്നെ ഇവിടെ വരും, നേർച്ചയിടും പോവും, അങ്ങനെയായിരുന്നു. കണ്ണ് കാണാതെ ഉള്ള ബുദ്ധിമുട്ട് ജോലിക്ക് ഭയങ്കര തടസ്സമായി വന്നു. 30 ദിവസത്തിൽ 15 ദിവസം ഇല്ലെങ്കിൽ 14 ദിവസം ഒക്കെ ജോലി, പകൽ മാത്രമേ ജോലി പോകാറുള്ളൂ ബുദ്ധിമുട്ട് കാരണം. അങ്ങനെ ഒരാൾ പറഞ്ഞ് ഇതേപോലെ ഇന്നടത്തൊരു ഡോക്ടറുണ്ട്, പുള്ളി പോയിന്ന് കണ്ടാൽ ചിലപ്പോൾ ശരിയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതേപോലെ യൂട്യൂബിൽ ഇതേപോലെ കൃപാസനത്തിലെ പ്രാർത്ഥന, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനകൾ കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഈ ഡോക്ടറെ കാണാൻ പോവുകയാണ്, അനുകൂലമായ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൃപാസനത്തിൽ വരാം, ഉടമ്പടി എടുക്കാമെന്ന്. അങ്ങനെ ഒക്ടോബർ 26-ാം തീയതി ആ ഡോക്ടറെ കണ്ടു. ഡോക്ടർ അന്നേരം എന്തോ മാതാവിൻ്റെ വലിയ അനുഗ്രഹമുള്ളതുപോലെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇന്ന് വരെ ചെയ്യാത്തതുപോലെ പുള്ളി ഞങ്ങളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കിടത്തി, അരമണിക്കൂർ ഓക്സിജൻ തന്ന് കിടത്തി. എന്നിട്ട് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചുമയും ശ്വാസമുട്ടലുമായി. അങ്ങനെ കുറേ ഡേറ്റുകൾ അവർ മാറി മാറി തന്നു. പക്ഷേ അവർ പറഞ്ഞ ഡേറ്റിനൊന്നും നമുക്ക് ഓപ്പറേഷന് പോകാൻ പറ്റിയില്ല. അങ്ങനെ ശ്വാസമുട്ടലും ഈ ജലദോഷം, പനിയും ഈ ചുമയെല്ലാമായിട്ട് കിടന്നെങ്കിലും ഇവിടുന്ന് ഉടമ്പടി എടുത്ത ഞങ്ങൾ ആ പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടക്കിയില്ല. എത്ര വയ്യാങ്കിലും ആ വെളുപ്പിൽ 5:30 എണ്ണീറ്റ് പ്രാർത്ഥന പഠിക്കുകയും ഇവിടുന്ന് തന്ന തൈലം ആ കാഴ്ചയില്ലാത്ത കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ആ ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കുകയും ചെയ്തു. അങ്ങനെ ഡിസംബർ 24-ാം തീയതി എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ് കിട്ടി. ഞാൻ പോയി ഓപ്പറേഷൻ ചെയ്തു. കൃപാസനമ്മയുടെ ആ കാശ് എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് അത് വെച്ച് ആ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടന്നു. എനിക്കിപ്പം 21 ദിവസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. ഇപ്പോൾ നല്ല കാഴ്ചയുണ്ട്. ഇപ്പോൾ ഈ കുറേ ദിവസങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കണ്ണിൽ പൊടി അടിക്കാതിരിക്കാൻ മാത്രം ഗ്ലാസ് വെക്കാൻ പറഞ്ഞു. എനിക്കിപ്പോൾ നല്ല കാഴ്ചയുണ്ട്, നല്ലതുപോലെ എല്ലാം ചെയ്യാനും കാണാനും പറ്റും. ഞാൻ വണ്ടി ഓടിച്ചാണ് ശാസ്താംകോട്ടയിൽ നിന്ന് ഇവിടെ വന്നത്. അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇന്ന് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ചെയ്തു. കാരുണ്യ പ്രവർത്തികളും ആത്മീയ പ്രവർത്തികൾ, കുംഭസാരം, ബൈബിൾ വായന, എല്ലാം മറ്റുള്ളവരെ സഹായിക്കൽ എല്ലാം ചെയ്ത് കൃപാസനം ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്തു. അമ്മ എന്നെ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും അങ്ങേ ദിവ്യകുമാരനും 1000 നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്, കർത്താവേ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങയ്ക്ക് അധികാരമുണ്ട്. മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് കയറ്റുന്നതും അവിടുന്ന് തന്നെ. ജോസ് എന്ന ഈ മകൻ തൻ്റെ ജീവിതത്തിൽ, അതായത് 5 വർഷമായി തനിക്ക് എങ്ങനെയാണ് തൻ്റെ കണ്ണിൻ്റെ കാഴ്ച തനിക്ക് നഷ്ടപ്പെട്ടത്. വലത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും തനിക്ക് നഷ്ടപ്പെട്ടു. അത് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. തനിക്ക് ശ്വാസമുട്ടലൊക്കെയുള്ള വ്യക്തിയാണ്, ഹാർട്ടിന് പ്രോബ്ലമുണ്ട്. അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിലും ഈ മകന് ഒരു ഓപ്പറേഷൻ നടത്തുന്നതിനുള്ള ശാരീരികമായ കണ്ടീഷൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ഹോസ്പിറ്റലും അത് അംഗീകരിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കയറി കിടന്നു എന്നാണ് പറയുക ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ. എന്നാൽ തൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ കൂടിയപ്പോൾ അതും ഡോക്ടേഴ്സ് ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ കാഴ്ച കിട്ടാതിരിക്കാം. എന്നാലും ഇവർ അതിനും തുനിഞ്ഞു. പക്ഷേ തനിക്ക് ഓപ്പറേഷൻ നടത്താനുള്ള സാഹചര്യങ്ങൾ, ശ്വാസം മുട്ടലൊക്കെ കൂടിയതുകൊണ്ട് അതിന് പറ്റിയില്ല. പിന്നീട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം, ആ ഒരു വാക്ക് മാത്രമേ അമ്മയോട് പറയുന്നുള്ളൂ. തങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ വേണം.
ഒരിടം തങ്ങൾക്ക് കാണിച്ചു തരണം. പിന്നീട് എങ്ങനെ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് നടന്നു എന്ന് വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ നാം കേട്ടതാണ്. ഇന്ന് തൻ്റെ ജോലികൾ യാതൊരു തടസ്സവും കൂടാതെ ചെയ്യുവാനായിട്ട് തനിക്ക് കാഴ്ച ലഭിച്ചു. 21 ദിവസമായി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, പൂർണ്ണമായിട്ട് കാഴ്ച കിട്ടി. ഇന്ന് ഇവിടെ വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അതായത് ഉടമ്പടി എടുക്കാമെന്നൊരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ തടസ്സങ്ങളൊക്കെ അമ്മ മാറ്റുകയാണ്. അമ്മ പിന്നെ മുമ്പേ പോവുകയാണ് തടസ്സങ്ങൾ മാറ്റാൻ. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അമ്മയെ സഞ്ചാരി മാതാവ് എന്ന് വിളിക്കുക. അതായത് അമ്മ മുമ്പേ പോയി നമുക്ക് പ്രതിബന്ധങ്ങളായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റുകയാണ്. ഇത് കർത്താവിൻ്റെ വചനം സുഖപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ഇന്ന് നാം ഓരോരുത്തരും അനുഭവിക്കുകയാണ്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവുകയാണ്. തൻ്റെ ഉടമ്പടി ജീവിതം ഏറ്റവും നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ മകനും കുടുംബവും പരിശ്രമിക്കുന്നു. തങ്ങൾക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് മിന്നു മെറിൻ സോജൻ. ഞാൻ എറണാകുളം ജില്ലയിലെ കൂത്താട്ടോളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മയും ബ്രദറും ആദ്യം തന്നെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 ജാനുവരി 29-നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ ഒത്തിരി ഡിമാൻഡൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഒരു കുർബാനയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഉടമ്പടി എടുക്കുന്നതെന്ന് തോന്നുന്നത് തന്നെ. ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന വഴിക്കും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വന്നത്. അതുപോലെ ഞാൻ അന്ന് ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ അതിന് മുമ്പ് തന്നെ ഞാൻ കേൾക്കുമായിരുന്നു. അപ്പം ഇവിടെ വരുമ്പോൾ പരിശുദ്ധ അമ്മേനെ കിട്ടുന്ന കാര്യങ്ങൾ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കത് കിട്ടാനുള്ള യോഗ്യത ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം ഒത്തിരി പേരുടെ ഇടയിൽ നിന്ന് എനിക്ക് എല്ലാവരും ഇങ്ങനെ തിക്കും തിരക്കുമൊക്കെ പിടിച്ചിങ്ങനെ മാതാവിനെയൊക്കെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ സൈഡിൽ മാറി നിന്നപ്പോൾ സിസ്റ്റർ എൻ്റെ കയ്യിൽ കൊണ്ടുപോയി തന്നു. അത് കറക്റ്റ് മാതാവ് തന്നെയായിരുന്നു. അപ്പം മാതാവിൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് കുറച്ച് നാൾ മുമ്പ് 2 ഇയേഴ്സായിട്ട് ഞാൻ എൻ്റെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വിസ ഞാൻ ജർമ്മനിയിലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പലവിധ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ലോണിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറേ തടസ്സങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഞാനത് പ്രോപ്പറായിട്ട് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല. പത്രങ്ങളൊന്നും കൊടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു, ഒത്തിരി നാണക്കേടുള്ള കാര്യമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വിസയുടെ കാര്യങ്ങൾ ഒട്ടും മൂവ് ആകുന്നില്ലായിരുന്നു. ഫസ്റ്റ് ഞാൻ എൻ്റെ പാസ്പോർട്ട് ഡാമേജായി. ഞാൻ ഒരു പ്രൊഫഷണൽ ആവശ്യത്തിന് വേണ്ടി പോയിട്ട് വരുന്ന വഴിക്ക് എൻ്റെ വാട്ടർ ഡാമേജായി. അങ്ങനെ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പാസ്പോർട്ട് ഇമീഡിയറ്റ്ലി ചേഞ്ച് ചെയ്ത് പുതിയത് റിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്ന സമയത്താണ് കറക്റ്റായിട്ട് എനിക്ക് VFS അപ്പോയിൻമെൻറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ കൂടെയുള്ള ആൾക്കാരെക്കാളും ലേറ്റായിട്ട് എനിക്ക് VFS അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ VFS അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ദിവസവും എൻ്റെ ഡോക്യുമെൻറ്റ്സ് പിന്നീട് എനിക്ക് വന്ന ദിവസം നെക്സ്റ്റ് ഡേ ഞാൻ VFS അപ്പോയിൻമെൻറ്റ് എടുത്തപ്പോഴും എൻ്റെ ഡോക്യുമെൻറ്റ്സ് മാത്രം എനിക്ക് എൻ്റെ എംപ്ലോയർ പ്രോപ്പറായിട്ട് തന്നില്ല. അന്നും ഞാനിങ്ങനെ പള്ളിയിൽ പോയി നിന്ന് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് 4 നേരം വെളുക്കുമ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് VFS ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതും കഴിഞ്ഞ് ഞാൻ പിന്നീടും VFSൽ ഞാൻ വീണ്ടും ഒരു ഡേറ്റ് എടുത്തു. ആ ഡേറ്റ് എടുത്ത സമയത്ത് ഞാൻ എന്നും കൊന്തയൊക്കെ ചൊല്ലി എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു, ഉടമ്പടി പുതുക്കണം എന്നൊരു ഫീലിംഗ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി പുതുക്കിയാൽ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നലായിരുന്നു എനിക്ക് ആ സമയത്ത്. പക്ഷേ ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഈവനിങ് പ്രെയർ എല്ലാം പ്രോപ്പറായിട്ട് ഞാൻ ചെല്ലും, കൊന്ത ചെല്ലും, കുർബാനയിലൊക്കെ പങ്കെടുക്കും. പക്ഷേ എന്നിട്ടും എനിക്ക് ഉടമ്പടി പോകാൻ പറ്റില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി വന്നില്ല. അങ്ങനെ രണ്ടാമത് ഞാൻ VFSൽ അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പള്ളിയിൽ പോയിരുന്നിട്ടാണ് എൻ്റെ VFSൻ്റെ ഇത് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ പാസ്പോർട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് അതിൻ്റെ അകത്ത് വിസ ഇല്ലായിരുന്നു, എനിക്ക് റിജക്ഷനായിരുന്നു വന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവിടെ ഇരുന്ന് പള്ളിയിലിരുന്ന് തന്നെയാണ് ഞാൻ എൻ്റെ രണ്ടാമത് VFS അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. നവംബർ 22-നാണ് ഞാൻ VFS അപ്പോയിൻമെൻറ്റ് എടുത്തത്. ഞാൻ VFS അപ്പോയിൻമെൻറ്റ് എടുത്ത സമയത്ത് എൻ്റെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്ന ഏജൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ രണ്ടാമത് VFS അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഒരു 15K എടുത്ത് നമുക്ക് എക്സ്പെൻസ് വരും, നീ വെക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സെയിം ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് വീണ്ടും ഞാൻ വെക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല.
പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ മാതാവിലും ഞാൻ ദൈവത്തെ വിശ്വസിച്ച ദൈവത്തിൽ ആശ്രയിച്ചാൽ ഞാൻ മുമ്പോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു. ആ സമയത്ത് ഞങ്ങൾക്കൊരു ലെറ്റർ അങ്ങോട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് അയക്കണം BFSലോട്ട് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ അത് അവർ തന്ന ലെറ്റർ ഞാൻ വെച്ചില്ല. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ വേറൊരു ലെറ്റർ തരാം, അപ്പോൾ നിങ്ങൾ അത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മേ എനിക്ക് കഴിവില്ല, നീ എന്നിലൂടെ പ്രവർത്തിക്കണം, ഈ ലെറ്റർ നീ എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ കവറിംഗ് ലെറ്റർ വെച്ചിട്ടാണ് ഞാൻ BFSലെ 2ാമത് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എല്ലാം എടുത്തത്. അന്നും ഞാൻ ഇവിടെ ഒന്നും ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ December 8 എനിക്ക് കിട്ടണം, എനിക്ക് വിസ കയ്യിൽ വരണമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അതൊരു സൺഡേ ആയിരുന്നെന്ന് എനിക്കറിയാമായിരുന്നു, എനിക്ക് കിട്ടാനൊരു ചാൻസും ഇല്ലെന്നറിയാം. അങ്ങനെ December 8 കാരണം എൻ്റെ പേര് മെറിനായതുകൊണ്ട് എനിക്ക് അമ്മയിൽ ഭയങ്കര വിശ്വാസമാണ് ചെറുപ്പം തൊട്ടേ. പക്ഷേ എനിക്ക് December 8 എനിക്ക് കിട്ടിയില്ല. ആ സമയത്ത് ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയി. എൻ്റെ ബ്രദർ അന്ന്, ഞാൻ എറണാകുളത്താണ് നിൽക്കുന്നത്, വീട്ടിലല്ല, അപ്പം ജോലി ചെയ്യുന്നതും അവിടെയാണ്. അപ്പം എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പോയിട്ട് വേണം എനിക്ക് കരയാൻ വേണ്ടി. അന്നൊരു സൺഡേ ആയിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ പൊക്കോ. ആ ദിവസങ്ങളിലെല്ലാം ഞാൻ എൻ്റെ റൂമിലൊരു മാതാവിൻ്റെ രൂപമുണ്ട്, ആ രൂപത്തിൽ പിടിച്ചിട്ട് എന്നും ഞാൻ കരയുമായിരുന്നു. അമ്മേ നാണം കെടുത്തരുത് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ എന്നും കരയുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും. ഞാൻ മുട്ടി നീന്തിയിട്ടാണ് ഞാൻ കൊന്തയിൽ കൊണ്ടിരുന്നത്. ഞാൻ മുഴുവൻ കൊന്ത എല്ലാ ദിവസവും മുട്ടി നീന്തി ചെല്ലും. എന്നിട്ട് ഞാൻ ഓർത്തു, അമ്മ കരയുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. എന്നിട്ട് അമ്മ മാത്രം എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ ഞാൻ പറഞ്ഞ ഡേറ്റിൽ. ആ സമയത്ത് ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്നെക്കാളും ലേറ്റായിട്ട് BFS അപ്പോയിൻമെൻ്റ് എടുത്ത ആൾക്കാർക്കൊക്കെ വിസ വന്നിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ അപ്പം എൻ്റെ അനിയനെന്ന് പറഞ്ഞു, എടി നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വാ, നീ ഇവിടെ തന്നെ നിൽക്കണ്ട, 2 ദിവസം വീട്ടിൽ നിന്നിട്ട് പോവാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അവൻ കുറേ കമ്പൽ ചെയ്തു, ഞാൻ അവിടെ നിൽക്കാൻ വേണ്ടി തന്നെ ഇരുന്ന് കുറേ കമ്പൽ ചെയ്ത് ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് അവനോട് പറഞ്ഞു, എടാ ഞാൻ ഒന്നും കൂടെ ഉടമ്പടി പുതുക്കിയാലോ ഒന്ന് ഓർക്കുക, എനിക്ക് എന്നെ നാളെ ഒന്ന് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എന്നോട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ December 10 ഞാനിവിടെ വന്നു ഉടമ്പടി പുതുക്കി. പക്ഷെ ആ സമയത്ത് എനിക്ക് അറിയില്ല, ഇങ്ങനെ അച്ഛനെ കാണാമെന്നൊക്കെ അറിയാം. പക്ഷെ അപ്പം ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി, അച്ഛനെ കാണണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഡോക്യുമെൻസിൻ്റെ എല്ലാം പ്രിൻറ്റ് വേണമെന്ന്. പക്ഷേ ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇവിടെ ഫോട്ടോസ്റ്റാർ ഷോപ്സൊക്കെ നിയർ ബൈ ഞങ്ങൾ നോക്കി, ഒന്നും കണ്ടില്ല. പക്ഷെ അവിടെ നിന്നൊരു ചേട്ടൻ ഇങ്ങനെ തന്നെ ജർമ്മനി BFS അപ്പോയിൻമെൻറ്റ് എടുത്തായിരുന്നു. ആ ചേട്ടൻ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു തന്നു, ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ ഒരു ഫോട്ടോസ്റ്റാർ ഷോപ്പ് ഉണ്ടെന്ന്. അങ്ങനെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കിങ്ങനെ വെച്ചിട്ട് റിജക്ഷനാണ് വന്നത്, 2ാമത് ഞാൻ വെച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. അപ്പം ഞാനെപ്പോഴും അമ്മയോട് പറയായിരുന്നു, അമ്മേ അച്ഛനാ നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച്, എനിക്കൊരു യോഗ്യതയില്ല, പക്ഷെ അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കില്ലേ, അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ ഇത് തരണം. അപ്പം എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണ്ട, എനിക്ക് യോഗ്യതയില്ല, പക്ഷെ അച്ഛൻ്റെ പ്രാർത്ഥന നീ കേൾക്കണം. എനിക്ക് എൻ്റെ യോഗ്യതകൾ വേണ്ട, അച്ഛൻ്റെ യോഗ്യതകളെ മാത്രം എനിക്ക് എൻ്റെ വിസ അപ്രൂവലാക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് BFS എനിക്ക് മെസ്സേജ് വന്നു, എൻ്റെ വിസ ഇതായിട്ടുണ്ട്, അവിടുന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന്. പക്ഷെ നമുക്ക് ഓപ്പൺ ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയുന്നത്, അമ്മ നിൻ്റെ നീലക്കപ്പയ്ക്കുള്ളിൽ എൻ്റെ പാസ്പോർട്ട് ഞാൻ തന്നു വിടുന്നത്, നീ എനിക്ക് അതുപോലെ കൊണ്ടു തരണ്ട. ഇപ്പം എനിക്ക് അവിടുന്ന് റിജക്ഷൻ ലെറ്റർ കിട്ടിയാലും എനിക്കൊരു കുഴപ്പമില്ല. മനുഷ്യർ തന്നെ എനിക്കത് ഇനി അവിടെ പോയാലും എനിക്ക് ജർമ്മനി പോയാലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരും, ഞാൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലോ എന്ന് ഓർത്തിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മേ നീ നിൻ്റെ തിരുക്കുമാരനുമായിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് നീ തന്നെ എനിക്ക് വിസ അയച്ചു തരണം. എനിക്ക് റിജക്ഷൻ ലെറ്റർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വിസ കിട്ടിയാൽ മാത്രം മതി, അത് അമ്മ എനിക്ക് തരണേന്ന് എനിക്കൊരു പ്രൂഫ് തരണമെന്ന്. ഞാനിവിടെ വന്നു. ഞാനിവിടെ 10 വന്നത്. എനിക്ക് 13 ആണ് എനിക്ക് വിസ അപ്രൂവൽ ആയത്. ഞാൻ പള്ളിയിൽ പോയിരുന്നാണ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, പ്രതിഷ്ഠേൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയാണ് ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ആ സമയത്ത് എനിക്ക് വിസ അപ്രൂവൽ ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വിസ ഓഫീസിൻ്റെ പേര് ഇമ്മാനുവേൽ എന്നായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. എനിക്ക് അമ്മ തന്നെയാണ് തന്നതെന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് എനിക്ക് ഇമ്മാനുവേൽ എന്നായിരുന്നു വിസ ഓഫീസിൻ്റെ പേര് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ടിക്കറ്റൊക്കെ ആയിട്ട് വന്നത്, നാളെ കഴിഞ്ഞ് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അമ്മയോട് ഞാൻ അവിടുത്തെ അക്കോമഡേഷൻ്റെ കാര്യം എല്ലാം അമ്മ പോയിട്ട് എല്ലാം എനിക്ക് വേണ്ടി നോക്കി നടത്തുന്നത് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ അവിടെ നടന്നിട്ടുണ്ട്.
അതുപോലെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ 2022 ഞാൻ ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം നൈറ്റ് ഞാൻ കിടന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡ് വോമിറ്റ് ചെയ്തു. ആ സമയത്ത് എന്താണെന്നറിയില്ല, ഞാൻ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ വന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ ലിസ്റ്റ് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേരൻസിനെ ഇപ്പോൾ ഇൻഫോം ചെയ്യേണ്ട, കാരണം നൈറ്റാണ്, അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടമാകും എന്ന് പറഞ്ഞു. പക്ഷേ അവർ ഇമ്മീഡിയറ്റ്ലി എന്നെ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലല്ലായിരുന്നു, എൻ്റെ അമ്മയായിരുന്നു ആ സമയത്ത് ഉടമ്പടിയിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ പക്ഷെ പറഞ്ഞു പേരൻസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അന്ന് നൈറ്റ് എൻ്റെ അമ്മ വന്ന്, അപ്പോൾ അവർ നൈറ്റൊന്നും ICUവിൽ കയറാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ അമ്മ രാത്രിയിൽ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് വന്ന് ICUവിൽ കയറിയിട്ട് ഇങ്ങനെ ഉടമ്പടിയുടെ ലോക്കറ്റ് എൻ്റെ അടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങൾ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തു. ആദ്യമൊന്നും അവർക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് എൻഡോസ്കോപ്പിൽ ചെറിയ ലീഷൻസ് ഉണ്ടായിരുന്നു. അത് അവർ ബയോപ്സിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമയപ്പോഴത്തേനും February 27 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് പോന്നു. പക്ഷേ എനിക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈവൻ ഓറലി വെള്ളം പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് എന്ത് കഴിച്ചാലും ഞാൻ വോമിറ്റ് ചെയ്യും. അങ്ങനെ കുറേ നേരം ഇങ്ങനെ വോമിറ്റ് ചെയ്യുമ്പോഴത്തേന് പിന്നെയും ബ്ലഡിൻ്റെ ഒരു ഇതൊക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു വോമിറ്റസിൽ. അത് കഴിഞ്ഞ് പിന്നെ March 8 ആയപ്പോഴേക്കും വീണ്ടും ഇതുപോലെ ഭയങ്കരമായിട്ട് ഞാൻ ബ്ലഡ് വോമിറ്റ് ചെയ്തു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനായി. രണ്ടാമത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ സമയത്ത് MRI അങ്ങനെ കുറേ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു. അങ്ങനെ ആ സമയത്താണ് ഞാൻ പിന്നെയും ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും നാളിങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോയ ആൾ പെട്ടെന്ന് ഇങ്ങനെ ആകുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു തുടങ്ങി, അമ്മേ എനിക്കൊരു 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആവണം, എനിക്കൊന്നിനും പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് പ്രൊസീജിയർ റൂമിൻ്റെ പുറത്തിരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്തു. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് എൻ്റെ ബോഡി ഫുള്ള് വെയ്റ്റ്ലെസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. ആ സമയത്ത് അമ്മ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു. അടുത്തുള്ള ആൾക്കാരെല്ലാം അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച സമയത്ത് ഒരു ചേച്ചി ഇങ്ങനെ കൃപാസനത്തിൻ്റെ പത്രമായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നു. അങ്ങനെ അവരപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി എന്നെ ചേച്ചി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി അവർ എന്നെ പ്രൊസീജിയർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്തെല്ലാം ഞാനിങ്ങനെ അമ്മ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും എങ്ങനെയാലും എനിക്ക് ഡിസ്ചാർജ് ആവണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ബയോപ്സിയുടെ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ വൈറ്റൽസ് എല്ലാം ഓക്കെയാണ്, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഡിസ്ചാർജ് ആയി. ഞാനത് കഴിഞ്ഞിട്ട് ബയോപ്സിയുടെ റിസൾട്ട് വാങ്ങിച്ച സമയത്ത് ബയോപ്സി നോർമലായിരുന്നു, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് OPയിൽ വന്ന് കാണാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഡോക്ടറിനെ ഇതുവരെ കാണാൻ പോയിട്ടില്ല. 2 years ആയിട്ട് ഇന്ന് വരെ എനിക്ക് പിന്നെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുമ്പം ഞാൻ രണ്ടാമത് ഇവിടുന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതായിരുന്നു. പക്ഷെ ഞാൻ എറണാകുളത്ത് കൊണ്ടുപോയി. എറണാകുളത്ത് ഞാൻ കലൂര് അവിടെ പള്ളിയിൽ പോകുന്ന വഴിക്ക് എല്ലാ സ്ഥലങ്ങളിലും നടന്നു പോയിട്ട് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കുമായിരുന്നു. അത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശിയിട്ടായിരുന്നു ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. അർഹതപ്പെട്ട കൈകളിൽ തന്നെ അമ്മേനെ അറിയുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയായിരുന്നു ഞാനത് ചെയ്തത്. അതുപോലെ പിന്നെ എന്നെക്കൂടെ പറ്റുന്ന രീതിയിൽ അനാഥാലയങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു, അവർക്ക് ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ ഞാൻ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഇവിടെ പരിശുദ്ധ കുർബാനയുടെ കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിൻ്റെ പ്രത്യുത്തരമായിട്ട് ദൈവജനം ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവേ, എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. മകളുടെ സാക്ഷ്യത്തിലെ മകൾ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. പരിശുദ്ധമ്മയുടെ മുമ്പിൽ വന്നിട്ട് മകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അമ്മേ മാതാവേ, എനിക്ക് യോഗ്യതയില്ല, പക്ഷേ അൾത്താരയിൽ അഭിഷേകം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതകളാൽ കർത്താവെ എനിക്കിത് നീ സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചത്. അതായത് ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ കണ്ടെത്തുന്നവരൊക്കെ പലപ്പോഴും തങ്ങൾ അയോഗ്യരാണെന്ന് പൂർണ്ണമായിട്ടും തിരിച്ചറിയും. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനുമൊട്ടൊക്കെ അവർക്ക് പൂർണ്ണമായിട്ട് സാധിക്കുമ്പോൾ പരിശുദ്ധമ്മ തൻ്റെ തിരുക്കുമാരനെ സ്നേഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നതിലധികം കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. പ്രത്യേകമായിട്ട് കൃപാസന അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ എല്ലാവർക്കും കൈ നിറച്ച് വാരിക്കൊടുക്കും. നമ്മൾ കാണുന്നതാണ് ഒരുപാട് അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും ഈ മകൾ ഇവിടെ വരുന്നതിനൊരു പ്രത്യേകത, ജർമ്മൻ്റെ വിസ പ്രോസസ്സിങ്ങിൻ്റെ പ്രോബ്ലവുമായിട്ടാണ് വന്നത്. റിജക്ഷനായി. ആ റിജക്ഷൻ കിട്ടിയ അതേ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് വീണ്ടും അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അത് പരിശുദ്ധമ്മയുടെ കരുണയുള്ള ഹൃദയത്തിൻ്റെ വലിയൊരു കൃപ നിറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും അത് സാധ്യതമായിട്ട് കിട്ടി എന്നുള്ളതാണ്. പെട്ടെന്നുണ്ടായ ബ്ലഡ് വോമിറ്റിങ്ങിൽ നിന്നും പരിശുദ്ധമ്മ ഈ മകളെ
പ്രത്യേകമാംവിധം സംരക്ഷിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധമ്മയുടെ ഈ വലിയ കരുണയ്ക്ക് അമ്മ മാതാവ് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട്, കൃപാസന മാതാവ് മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ട ഈ സാക്ഷ്യത്തിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ദിവ്യ. ഞാൻ പാലാരൂപതയിലെ ഉള്ളനാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ജനുവരിയിലാണ്. അപ്പോൾ ഉടമ്പടിയുടെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത്, ഞാൻ സൗദിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്ന അന്നേരം. അപ്പം എൻ്റെ രജിസ്ട്രേഷൻ അവിടെ നമ്മളെല്ലാ വർഷവും അവിടെ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തിട്ടും എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും ഈ രജിസ്ട്രേഷൻ എനിക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ റീസൺ എന്താണെന്ന് അവർ നോക്കിയിട്ട് അവർക്കും അറിയത്തില്ല. അങ്ങനെ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, ജോസഫ് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ സക്രാരി കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ആ രജിസ്ട്രേഷൻ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതെങ്ങനെയാണെന്ന് അവർക്കും അറിയത്തില്ല. അത് പിന്നെ ഓക്കെ ആയി വന്നു. രണ്ടാമതായിട്ട് സൗദിയിൽ തന്നെ വർക്ക് ചെയ്ത് 5 വർഷം കഴിഞ്ഞ് റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് പോന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഫലമായിട്ട് ബെനിഫിറ്റ് കിട്ടും അവിടെ നിന്ന്. അപ്പോൾ എനിക്കൊരു 2 ലക്ഷം രൂപ മെച്ചം കിട്ടാനുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ആ ബെനിഫിറ്റ് കിട്ടി. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം അവർ കാണിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു പൈസ വന്നിട്ടില്ല, അങ്ങനെ ക്രെഡിറ്റ് ആയിട്ടില്ല, പോയി അന്വേഷിച്ചിട്ട്. ഇപ്പോൾ 2 വർഷം ഞാൻ അങ്ങനെ അവരുടെ പുറകെ നടന്നു. എന്നും മെയിൽ അയക്കും, ഒരു റിപ്ലൈ പോലും ഇല്ല. റിപ്ലൈ പറയുന്നത് ഇങ്ങനെ പൈസ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് ഇനി അവർക്കൊന്നും ചെയ്യാനില്ല എന്നാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പൈസ ഇനി കിട്ടത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ 2024 ഓഗസ്റ്റിൽ അവർ എന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തു. ദിവ്യ, നിനക്ക് ഇങ്ങനെ പൈസ കിട്ടാനുണ്ടോ, നിങ്ങൾ അത് വന്ന് നിങ്ങൾ കൈപ്പറ്റണം, അപ്പോൾ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി എന്നും പറഞ്ഞ്. അങ്ങനെ ആദ്യമായിട്ടാണ് സൗദിയിൽ അങ്ങനെ ഒരിക്കലും ആരും പറയത്തില്ല, അവരെങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ആ 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ കൂട്ടുകാരി വഴി അത് ക്രെഡിറ്റായി. അപ്പോൾ അത് അങ്ങനെ ഇന്നേ വരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് രണ്ടാമത്തെ സാക്ഷിയാണ്. മൂന്നാമതായി ഞാൻ ഇവിടെ നാട്ടിലിപ്പോൾ MSc ചെയ്യുവാണ്. അപ്പം എനിക്കൊരു കുഞ്ഞുണ്ട്, 1 വയസ്സുള്ളൊരു കുഞ്ഞാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ വെച്ച് എനിക്കൊരു അക്ഷരം പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് ഓർത്തു. അപ്പോൾ കോഴ്സ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ പൈസ കൊടുക്കണം, പിന്നെ നമുക്ക് അന്നെങ്കിലേ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ എക്സാമിനൊന്നും അറിയത്തില്ല, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിനെ വെച്ച് എനിക്ക് ഒരക്ഷരം പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും പറഞ്ഞു, പാസ്സാവത്തില്ലായിരിക്കും, സാരമില്ല. ആദ്യമൊക്കെ ഞാൻ ഓർത്തു 4 സബ്ജക്റ്റ് അല്ലേ, നമുക്ക് പഠിക്കാം, പാസ്സാവുക എങ്ങനെയും. അപ്പം ഞാനിവിടെ നിയോഗം വെച്ചിരുന്ന് ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് സോറി പറഞ്ഞു, ഡിസ്റ്റിങ്ഷൻ പോയിട്ട് വേണ്ട, ഒരു 2nd ക്ലാസ് എങ്കിലും എനിക്ക് തന്നൊന്ന് പാസ്സാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം വീട്ടിലൊക്കെയാണ് മമ്മിയൊക്കെയാണ് പറയും 2 വിഷയമെങ്കിലും പാസ്സായാൽ മതിയായിരുന്നു, ഒന്നും പാസ്സായില്ലെങ്കിൽ മോശമല്ലേ. ഇപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്താണ് എഴുതാൻ പോകുന്നത്? ഇപ്പം പരീക്ഷ എഴുതി ആകെ പഠിച്ചത് പരീക്ഷയുടെ തലേദിവസം നമ്മൾ അവിടെ പോയിരുന്ന് പഠിക്കുന്നത് മാത്രം, അതും കുഞ്ഞിനെ നോക്കി ബാക്കിയുള്ള സമയം ആണ് പഠിക്കുന്നത്. അപ്പം പരീക്ഷയുടെ രാവിലെ ആണെങ്കിലും എനിക്ക് ടെൻഷൻ കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, കണ്ടിന്യൂസ് ലൂസ് മോഷനാണ്. അപ്പം നമുക്ക് പഠിക്കാനുള്ള സമയവും ഇല്ല, ടോയ്ലറ്റിൽ പോകുന്നു, പിന്നെ കുഞ്ഞിൻ്റെ കാര്യം നോക്കുന്നു, അങ്ങനെ എങ്ങനെയോ എക്സാം എഴുതി. അതും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് വളരെ ചെറുതാണ്. അപ്പം എപ്പോഴും ട്യൂട്ടേഴ്സ് പറയും നമ്മൾ വലുതാക്കി എഴുതണം, പേപ്പർ ഫുള്ള് നമ്മൾ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അവർ പേപ്പർ മുഴുവനൊന്നും വായിച്ചു നോക്കത്തില്ല, നീ എന്ത് എഴുതിയിരിക്കുന്നൊന്നും വായിച്ചു നോക്കുന്നില്ല, അത്യാവശ്യം കണ്ടൻറ് ഉണ്ടായാൽ മതി. പക്ഷേ ഞാൻ എഴുതിയിട്ട് എൻ്റെ പേപ്പറിന് മുഴുവൻ ഒരുപാട് പേപ്പറുകൾ ബാലൻസ് ആണ് എനിക്ക്, ഹാൻഡ് റൈറ്റിംഗ് ചെറുത്. അപ്പം അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. ഇപ്പോൾ റിസൾട്ട് നോക്കാൻ എനിക്ക് പേടിയാണ്, കാരണം പാസ്സാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു സബ്ജക്റ്റെങ്കിലും പാസ്സായി കിട്ടിയാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടാണ് നോക്കിപ്പിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു 4 വിഷയവും പാസ്സായി. അപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അതും എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ ഡിസ്റ്റിങ്ഷൻ ചോദിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അതിന് സോറി പറഞ്ഞു, അത് അത്രയും മാർക്ക് വേണ്ട, എനിക്ക് 2nd ക്ലാസ് മതി. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് എനിക്ക് 7 മാർക്കിനാണ് ഡിസ്റ്റിങ്ഷൻ പോയുള്ളൂ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, ഞാനത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് ഒരിക്കലും നടക്കില്ലാത്തൊരു കാര്യമാണ്, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, കാരണം എനിക്ക് അതിനകത്തൊന്നുമില്ല, ഞാൻ ഒന്നും വായിച്ച് പഠിച്ചിട്ടില്ല. ഇപ്പോൾ BSc നഴ്സിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം എന്തുമാത്രം പഠിച്ചാൽ നമുക്ക് ഓരോരുത്തർ സാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ ഇതാദ്യമായിട്ടാണ് എനിക്കെങ്ങനെ ഞാൻ ഇതിനു മുമ്പ് OET ഒക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്നും പാസ്സായിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം ഞാൻ പഠിക്കാതെ മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു. അപ്പോൾ ആത്മീയമായിട്ടാണെങ്കിൽ ഞാൻ ബൈബിൾ എല്ലാ ദിവസവും വായിക്കും. അപ്പം നേരത്തെയൊക്കെ ബൈബിള് നമുക്ക് ചുമ്മാ വായിച്ചങ്ങ് പോകുമായിരുന്നു. ഇപ്പോൾ ഓരോ വചനങ്ങൾ പഠിക്കണമെന്നുണ്ട്. അപ്പം അങ്ങനെ വചനം പഠിച്ച് ബൈബിൾ എല്ലാ ദിവസവും വായിക്കും. കാരുണ്യപ്രവർത്തികളായിട്ട് സാമ്പത്തികമായി പിന്നോക്കമുള്ളവരെ സഹായിക്കുന്നു. ഈ അനുഗ്രഹത്തിന് ദൈവത്തിനും മാതാവിനും 1000 നന്ദി പറയുന്നു. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞു,
ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ദിവ്യാസി ബാബു എന്ന ഈ മകൾ തൻ്റെ 3 ജീവിതാനുഭവങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുക. ഉടമ്പടിയെടുത്ത് ജീവിക്കുമ്പോൾ മകൾ വിദേശത്തുള്ള ഒരു രജിസ്ട്രേഷന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി. പലതവണ അത് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലായിരുന്നു. പക്ഷേ ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗത്തിൽ തുടരുക, അത് അനുവദിച്ച് കിട്ടുമെന്ന് പറയുകയും അത് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ രജിസ്ട്രേഷൻ മകൾക്ക് ശരിയായി ലഭിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തത് വിദേശത്തെ ജോലികളിന് തിരികെ ലഭിക്കേണ്ട റീഫണ്ടബിൾ മണി, അവിടുന്ന് കിട്ടേണ്ട കുറച്ച് പണം അത് പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടു പോകുന്നു. ഡോക്യുമെൻ്റ് പ്രകാരം പണം കൈമാറിയിട്ടുണ്ട്, അക്കൗണ്ടിൽ പണം വന്നിട്ടില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഡോക്യുമെൻ്റ് കാണിച്ചുകൊണ്ട് കുറേ നാൾ മുന്നോട്ട് പോകുന്നു. ഒരു നീക്കുപോക്കുമില്ലാതെ ഇരിക്കുന്നു. 2 പേരുടെ ഭാഗത്ത് ന്യായമുണ്ട്, 2 പേര് പറയുന്നതും ശരിയാണ്. പണം മാത്രം കിട്ടുന്നില്ല എന്ന അവസ്ഥയിൽ ഏറെ ക്ലേശത്തോടു കൂടി മകൾ പോയതിനെയാണ് സൂചിപ്പിക്കുന്നത്. അമ്മയുടെ തിരുനടയിൽ നിയോഗം വെച്ച് സമർപ്പിക്കുകയും അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ഇത് ആഗ്രഹിച്ച് അതിൻ്റെ കുരുക്കഴിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി തനിക്ക് കിട്ടേണ്ടത് അത് അമ്മ മാതാവ് വഴിയൊരുക്കി തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഇങ്ങോട്ട് കമ്പനിയിൽ നിന്ന് വിളിക്കുകയും ആളെ നേരിൽ കാണേണ്ടെന്നും ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾ ചെന്ന് കണ്ട് പണം കൈപ്പറ്റുവാനുള്ള വളരെ അത്ഭുതകരമായ വഴികൾ ഒരുക്കി കൊടുത്തുകൊണ്ട് മകൾക്ക് ലഭിക്കേണ്ട ആ പണം വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കരങ്ങളിൽ ലഭിക്കുന്നതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമത്തത് മകളുടെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട്, കൊച്ചുള്ളത് കൊണ്ട് പഠിക്കുവാൻ ഒട്ടും പറ്റാതെ MSc ഏതാണ്ട് എല്ലാ വിഷയവും പരാജയപ്പെടുമെന്ന് സ്വയം അടിക്കുറിപ്പ് എഴുതിയിട്ടാണ് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നത്. ഡിസ്റ്റിങ്ഷൻ ആഗ്രഹിച്ചു, 2nd ക്ലാസ്സെങ്കിലും പ്രാർത്ഥിച്ചു. അങ്ങനെ പഠിക്കുവാൻ ഒട്ടും പറ്റാതെ ശാരീരികമായ വയ്യായികളൊക്കെ വന്ന് പരീക്ഷ എഴുതുമ്പോഴും അമ്മ മാതാവ് നമ്മുടെ മനസ്സ് കാണുന്നു. ഓരോ നിമിഷവും നാം ചെയ്യുന്ന പ്രവൃത്തികളെ അറിയുന്നു, നാം ഉടമ്പടിയോട് പുലർത്തുന്ന വിശ്വസ്തതയെ അറിയുന്നു. അതോടൊപ്പം നാം പഠിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും ഒരു സ്കാനർ പോലെ നമ്മുടെ തലച്ചോറിനുള്ളിലേക്ക് അത് സൂക്ഷിക്കുവാൻ തക്ക വിധത്തിൽ നമ്മളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് മകൾ പറയുന്നത്, ഞാൻ വായിച്ചത് വളരെ കുറച്ചാണ്, എനിക്ക് നൽകിയതോ അതെത്രയോ അധികമാണ്. അതെൻ്റെ കഴിവ് കൊണ്ടല്ല, അതെൻ്റെ അമ്മ മാതാവ് കൃപ കൊണ്ട് മാത്രം നിറച്ചെനിക്ക് അനുഗ്രഹിച്ചതാണ്. ഞാൻ പോലും പരാജയം, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും പരാജയം കണ്ടെടുത്ത് എനിക്ക് അമ്മ മാതാവ് വിജയം നൽകി. ഞാൻ കൂടെയുണ്ട്, നീ ധൈര്യമായി മുന്നോട്ട് പോവുക. ഞാൻ കണ്ണീരണിയിക്കുന്ന, പരാജയപ്പെടുത്തുന്ന, സങ്കടങ്ങളിലേക്ക് നയിക്കുന്ന ഒരമ്മയല്ല, ഒരു ദൈവമല്ല. മറിച്ച് ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൂടെ വന്ന് ശക്തിപ്പെടുത്തുകയും കൂടെ നിന്ന് സഹായിക്കുകയും വിജയം നൽകി നയിക്കുകയും ചെയ്യുന്ന തമ്പുരാനാണ്, അമ്മ മാതാവാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ അമ്മ മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മകൾക്ക് ലഭിച്ച ഈ നല്ല അനുഗ്രഹങ്ങളെ ഓർത്ത് കരങ്ങളടിച്ച് നമുക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ആദ്യമേ തന്നെ ഈ തിരുവൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ നിർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ലിയ, വീട് കണ്ണൂരാണ്. തലശ്ശേരി രൂപതയിലെ പേരാവൂർ സെൻറ്റ് ജോസഫ്സ് ഫൊറോന ഇടവകാംഗമാണ്. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ മാതാവിനോട് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ദിവസം പറഞ്ഞ 2 നിയോഗങ്ങൾ ഞാൻ പറഞ്ഞ സമയത്ത് ഈ വർഷത്തെ ക്രിസ്മസിന് 2024 ഡിസംബർ 31 ഞാൻ കഴിഞ്ഞ വർഷം 2023 നവംബർ 16-ാം തീയതി ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഡേറ്റ് ആയിരുന്നു അത്. ഞാൻ മറന്നുപോയെങ്കിലും മറന്നു പോകാതെ എൻ്റെ മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ അത് പറയുന്നതിന് മുൻപ് വലിയ ഒരു അത്ഭുതം കൃപാസന മാതാവ് എൻ്റെ ജീവിതത്തിൽ നടത്തിക്കൊണ്ടാണ് എന്നെ ഈ തിരുവൾത്താരയിലേക്ക് ഉടമ്പടി എടുക്കുവാൻ കൊണ്ടുവന്നത്. അത് പറയാതെ എനിക്ക് രണ്ടാമത് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാൻ പറ്റില്ല. ആദ്യമേ തന്നെ പറയാൻ പോകുന്നത് എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ അനുഗ്രഹമാണ്. 2020 ഒക്ടോബർ മാസം, മാതാവിൻ്റെ കൊന്തമാസം, ഞാൻ പ്രഗ്നൻ്റ് ആകുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ആഗ്രഹിച്ച സമയത്ത് തന്നെ, കാരണം ഞാനൊരു ഫുൾ ടൈം PhD സ്കോളറാണ് MG യൂണിവേഴ്സിറ്റിയിൽ. PhD സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു
PhD ഒരു കോഴ്സ് വർക്കൊക്കെ കഴിയുന്ന ടൈമിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം ഉള്ളത്. കറക്റ്റ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കൺസീവായി. ഒക്ടോബർ മാസം കൊന്തമാസത്തിലായിരുന്നു അത്. വളരെ സന്തോഷത്തോടു കൂടി ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നു. ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പോഴാണ് ഡോക്ടർ എന്നോട് പറയുന്നത്, എൻ്റെ യൂട്രസിൽ 7x6 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ഫൈബ്രോയിഡ് ഉണ്ട്. അതിരിക്കുന്നത് യൂട്രസിനും യൂറിനറി ബ്ലാഡറിനും കൂടെ ഇടയിലാണ്, കുഞ്ഞ് പുറത്തേക്ക് വരുന്ന വഴിയിലാണ്. അതുകൊണ്ട് ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സിസേറിയൻ മസ്റ്റായിട്ടും വേണ്ടി വരും. ഡെലിവറിയുടെ സമയത്ത് ബ്ലീഡിങ്, മറ്റ് കോംപ്ലിക്കേഷൻസ് അതിനൊക്കെ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ അച്ഛയുടെ ബ്രദറിൻ്റെ വൈഫ് ആൻറ്റി ഒരു ഡോക്ടറാണ്. ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു. ആൻറ്റി എന്നോട് പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, കൃപാസന മാതാവുണ്ട്. ഞാൻ ആ സമയത്ത് കൃപാസന മാതാവിനെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. മാതാവിൻ്റെ തൈലം പുരട്ടി ആൻറ്റി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. കോവിഡിൻ്റെ സമയത്തായിരുന്നു എൻ്റെ ഡെലിവറി. ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ PhDയുടെ വർക്കുകളെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻറ്റി എനിക്ക് തൈലം തന്നിരുന്നു. അതുപയോഗിച്ച് PhDയുടെ വർക്കുകളെല്ലാം 9ാമത്തെ മാസം വരെ എനിക്ക് ചെയ്യാൻ പറ്റി. ജൂണിലാണ് ഞാൻ റെസ്റ്റിനായിട്ട് വീട്ടിലോട്ട് പോകുന്നത്. ആ ദിവസങ്ങളിലൊക്കെയും ആൻറ്റി എന്നെ വൈകിട്ട് കാണാൻ വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ വയറ്റിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. എല്ലാവരുടെയും മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഡെലിവറി കോംപ്ലിക്കേറ്റഡ് ആവും, ബ്ലീഡിങ് ആവും എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നിന്ന് പലരും വലിയ ഹോസ്പിറ്റലുകളിലേക്ക് പോകാൻ പറഞ്ഞെങ്കിലും എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ഒരു സിസ്റ്റർ ഡോക്ടറായിരുന്നു. ക്രിസ്തുരാജ ഹോസ്പിറ്റലിൽ തന്നെ എൻ്റെ ഡെലിവറി നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേയുടെ അന്ന് എൻ്റെ ഡോക്ടർ OP വരെ ക്യാൻസൽ ചെയ്ത് എന്നെ ഒറ്റയ്ക്ക് അവിടെ അഡ്മിറ്റ് ചെയ്തു. ലേബർ റൂമിലേക്ക് മാതാവിൻ്റെ തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടിയാണ് എൻ്റെ ആൻറ്റിയും അമ്മയും ഹസ്ബൻഡും കൂടെ എന്നെ വിടുന്നത്. ഇവിടെ ഇരുന്ന് ഡെലിവറി കഴിഞ്ഞ എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുമ്പം 1, 2, 3 ദിവസം ലേബർ പെയിൻ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ഇത്രയും വലിയൊരു ഫൈബ്രോയിഡ് വെച്ചുകൊണ്ട് വെറും 1 hour ലേബർ പെയിൻ, എനിക്കതൊരു പെയിനായിട്ട് തോന്നുന്നേ ഇല്ലായിരുന്നു. കാരണം എല്ലാ മാസവും പീരീഡ്സിൻ്റെ സമയത്ത് അതിൽ കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ലേബർ പെയിൻ ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ നോർമൽ ഡെലിവറിയിലൂടെ ഒരു തുള്ളി ബ്ലീഡിങ് പോലും ഇല്ലാതെ അവളെ പ്രസവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അവൾക്കിന്ന് 3.5 വയസ്സുണ്ട്. കുഞ്ഞിനെ കൊണ്ടുവരണമായിരുന്നു, പക്ഷേ ഞാൻ കോളേജിൽ നിന്ന് നേരിട്ട് വന്നുകൊണ്ട് എനിക്ക് എൻ്റെ വീട് കണ്ണൂരായതുകൊണ്ടും എനിക്ക് മോളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതിന് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. അവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു. അതിനുശേഷം കുഞ്ഞ് വളർന്ന് അവൾക്കൊരു 2 വയസ്സ് 2.5 വയസ്സായതിനു ശേഷം ഈ ഉടമ്പടിയിലെ എല്ലാ നിയോഗങ്ങളും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എനിക്ക് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന ഒരു ബോധ്യം വന്നപ്പം 2023 നവംബർ 16 ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാൻ എടുക്കാനുണ്ടായൊരു പ്രധാനപ്പെട്ട കാരണം ഞാൻ PhD ചെയ്യുകയെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചെയ്യുന്ന ടോപ്പിക്ക് എക്കണോമിക്സിലാണ്, ട്രൈബൽ ഡെവലപ്മെൻ്റ് ആണ്, ഇച്ചിരി വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അനാലിസിസ് ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഒരു രീതിയിലും അനാലിസിസ് മുന്നോട്ട് പോകുന്നില്ല. എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന രീതിയിൽ 2024 ഡിസംബർ 31 മുമ്പ് എൻ്റെ പ്രീ സബ്മിഷൻ കഴിഞ്ഞ് കിട്ടണം എന്ന് ഞാൻ അന്ന് ആദ്യം നിയോഗം വെച്ചു. രണ്ടാമത്തെ എൻ്റെ നിയോഗം, ഞാൻ പ്രീ സബ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഏതെങ്കിലും ഒരു ജോലിയുടെ ലിസ്റ്റിൽ, ഷോർട്ട് ലിസ്റ്റിൽ ഞാൻ അംഗമായിരിക്കണം. ആ സമയത്ത് ഞാൻ ഒരു ആപ്ലിക്കേഷനും കൊടുത്തിട്ടില്ല, ഒരു എക്സാമും എഴുതിയിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ ആ ദിവസം ഞാൻ ഇവിടുന്ന് നിയോഗമൊക്കെ എഴുതി സമർപ്പിച്ചിട്ട് പോകുന്ന ആ ദിവസം എൻ്റെ അമ്മ മാതാവ് എൻ്റെ മനസ്സിലൊരു ഡേറ്റ് പറഞ്ഞു തന്നു. അത് 2024 ഡിസംബർ 14. സത്യം പറഞ്ഞാൽ ഇവിടെ ഓരോ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം ഓരോരുത്തർ ഓരോ ഡേറ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ നടക്കും, ഇതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ വരുമെന്നൊക്കെ. പക്ഷേ എൻ്റെ മനസ്സിൽ വന്ന ഡേറ്റ് 2024 ഡിസംബർ 14. ഞാനത് ആരോടും പറഞ്ഞില്ല. എൻ്റെ പേഴ്സണൽ പ്രെയറിൻ്റെ ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ ഞാനത് ആ ദിവസം തന്നെ കുറിച്ച് വെച്ചു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, എന്താണ് ആ ഡേറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്, എന്താണ് വരാൻ പോകുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ എഴുതിയ നിയോഗങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ആ ദിവസത്തിന് മുമ്പ് എൻ്റെ PhDയുടെ സബ്മിഷൻ കഴിഞ്ഞിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വീട്ടിൽ ചെന്നു. ഞാൻ ഇവിടുത്തെ നമ്മുടെ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന 100% ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റും. ആ രീതി ഞാൻ ചെയ്തു, കാര്യങ്ങളൊക്കെ ചെയ്തു. മാതാവിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഈ ലോക്കറ്റ് എൻ്റെ കഴുത്തിൽ നിന്ന് മാറ്റിയാൽ എനിക്ക് PhDയുടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അതെൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അത് വെച്ച് ഞാൻ എൻ്റെ പ്രവൃത്തികൾ മുന്നോട്ട് പോയി. എല്ലാം വളരെ സ്മൂത്തായിട്ട് പോയി.
ത്രൂ ഔട്ട് PhD ജേർണിയിൽ മാധവ് ഓരോ സ്റ്റേജിലും ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ കിട്ടേണ്ട സമയത്ത് അനുയോജ്യമായിട്ടുള്ള ആളെ അവിടെ ഉൾപ്പെടുത്തിയും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തും എന്നെ PhDയുടെ പീരീഡിൽ മാധവ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഗൈഡിനെയായിരുന്നു എനിക്ക് കിട്ടിയത്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഫസ്റ്റ് പുതുക്കലിന് ഞാനിവിടെ വരുന്നു 2024 മാർച്ചിൽ. അന്ന് പുതുക്കൽ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്, അവൻ എനിക്കൊരു നോട്ടിഫിക്കേഷൻ അയച്ചു തന്നു. സെൻട്രൽ ഗവൺമെൻറ് ഓൾ ഇന്ത്യ UPSC നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എക്കണോമിക്സ് ഓൾ ഇന്ത്യ 2 വേക്കൻസിയാണുള്ളത്, നീ അപ്ലൈ ചെയ്തോ, PhD ഒക്കെ കഴിയാറായല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ചിരിയാണ് വന്നത്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഓൾ ഇന്ത്യ 2 വേക്കൻസി, UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത് എക്കണോമിക്സിൽ ഒത്തിരി പേര് കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ എന്ന് പറയുമ്പം എത്ര പേരുണ്ടാവും, യൂണിയൻ ടെറിട്ടറീസിലും സ്റ്റേറ്റ്സിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവും. എങ്കിലും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. 2-3 ദിവസത്തെ ഒരു പ്രൊസീജിയറായിരുന്നു അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക. PhDയുടെ സ്ട്രെസ്സിൽ നിൽക്കുമ്പോൾ തന്നെ അത് അപ്ലൈ ചെയ്യുന്നു. ഞാൻ അതിൻ്റെ കാര്യം വിട്ടുപോയി. ഞാൻ വീണ്ടും എൻ്റെ PhDയുടെ വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നു. UPSCയുടെ മെസ്സേജാണ്, ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് സൈറ്റിൽ. ഞാൻ കയറി നോക്കുമ്പം എൻ്റെ നമ്പർ 96 ആണ്. അതിലൊരു കോയിൻസിഡൻസ് പറയാനുണ്ട്. ഞാൻ ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ 9669 ഈ നമ്പർ കാണുമായിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 6 ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കുമെന്ന്. എൻ്റെ ഇൻ്റർവ്യൂവിലെ റോൾ നമ്പർ 96 ആയിരുന്നു. എൻ്റെ റോൾ നമ്പർ റിജക്റ്റഡ് എന്നാണ് കാണിച്ചത്. അവർ റീസൺ പറഞ്ഞത് UGCയുടെ സർട്ടിഫിക്കറ്റ്, നെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നായിരുന്നു റീസൺ പറഞ്ഞത്. പക്ഷേ നമുക്കതിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ മെയിൽ അയക്കായിരുന്നു. അതനുസരിച്ച് എൻ്റെ ഹസ്ബൻഡ് വെറുതെ ഒരു റിട്ടേൺ മെയിൽ UPSCക്ക് അയക്കുന്നു. പിന്നെയും ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രീ സബ്മിഷന് കയറുമ്പം എനിക്ക് ഏതെങ്കിലും ഒരു ഷോർട്ട് ലിസ്റ്റ് വരണം. ഒരിക്കലും UPSCയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോയി. ഒരു ദിവസം രാത്രി ഹസ്ബൻഡ് പറഞ്ഞു, 16 പേരുടെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് UPSC സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിലെൻ്റെ നമ്പറുണ്ട് 96. ശരിക്കും ഒരു ഷോക്കായിരുന്നു. കാരണം ഓൾ ഇന്ത്യ 16 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഞാൻ വന്നിരിക്കുന്നു. അപ്പം വിചാരിച്ചു UPSC സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന UPSCയുടെ ഓഫീസ് ഡൽഹി വെച്ചിട്ടാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പം ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, ഡൽഹിയിലല്ലേ, പോയി ഡൽഹിയൊക്കെ കണ്ടിട്ട് വരാം എന്നൊരു ഇതിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഹസ്ബൻഡ് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഡേറ്റ് ഡിസംബർ 14, 2024 ആയിരുന്നു. അതായത് ഞാനിവിടെ ഉടമ്പടി എടുത്ത ദിവസം 2023 നവംബർ 16-ാം തീയതി മാതാവ് എൻ്റെ മനസ്സിൽ കാണിച്ചു തന്ന ഡേറ്റ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എൻ്റെ പ്രെയർ ബുക്കിൻ്റെ ലാസ്റ്റ് എഴുതിയിട്ട് ആ ഡേറ്റ് അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ചു, 2 വേക്കൻസി ആണെങ്കിലും കുഴപ്പമില്ല, ഇത് എനിക്കുള്ളത് തന്നെയായിരിക്കും. കാരണം ആ കറക്റ്റ് ഡേറ്റിലാണ് ഞങ്ങൾ ഡൽഹിക്ക് പോയത്. 16-ാം തീയതി ഇൻ്റർവ്യൂ. അവിടെ ചെന്ന് കണ്ട് അവിടുത്തെ സാഹചര്യം കണ്ടപ്പോഴത്തേക്കും എല്ലാ കോൺഫിഡൻസും മാതാവ് മനസ്സിൽ തന്ന ധൈര്യം എല്ലാം പോയി. കാരണം എല്ലാവരും ഒരുപാട് സീനിയർ ആയിട്ടുള്ളവരാണ്, PhD കംപ്ലീറ്റ് ആയിട്ടുള്ളവരാണ്, പബ്ലിക്കേഷൻസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ദൈവം അനുഗ്രഹിച്ച് ത്രൂ ഔട്ട് ഈ PhD ജേർണിയിൽ എനിക്ക് ആപ്റ്റായിട്ടുള്ള പബ്ലിക്കേഷൻസും എക്സ്പീരിയൻസും ഒക്കെ തന്നിരുന്നു. അതിൻ്റെ ഒരു കോൺഫിഡൻസ് മാതാവ് എനിക്ക് തന്നിരുന്നു. അത് മാത്രമേ കയ്യിലുള്ളൂ. സബ്ജക്റ്റൊക്കെ ടച്ച് വിട്ടിരിക്കുക. കാരണം ഇവിടെ ഈ പ്രൊഫഷനിലുള്ളവർക്കറിയാം, നമ്മൾ PhD ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമായിരിക്കും നമ്മുടെ തലയിലുണ്ടാവുക. സബ്ജക്റ്റിൻ്റെ ടച്ചൊക്കെ പോയി, തിയറിയൊക്കെ പോയി. അങ്ങനെ ആദ്യത്തെ സെക്ഷനിൽ ലാസ്റ്റത്തെ ആളായിരുന്നു ഞാൻ. ആദ്യം കയറി ഇറങ്ങിയവരൊക്കെ പറഞ്ഞു ഇൻ്റർവ്യൂ വളരെ സിമ്പിളാണ്, പിന്നെ സീനിയർ ആയിട്ടുള്ള പ്രോസസ്സാണ് ഇരിക്കുന്നത്, പക്ഷേ നമ്മൾ എന്ത് പറയുന്നു അതിൽ നിന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഞാൻ PhD സബ്മിഷനൊക്കെ കഴിഞ്ഞല്ലോ 11-ാം തീയതി. മാതാവ് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ ഡിസംബർ 11-ന് എൻ്റെ PhDയുടെ പ്രീ സബ്മിഷൻ കഴിഞ്ഞു. അതായിരുന്നു ആദ്യത്തെ അനുഗ്രഹം. അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പം മാതാവ് എൻ്റെ കൂടെയുണ്ട്. TCC എന്നായിരിക്കും ചോദിക്കുന്നതെന്ന് വിചാരിച്ച് കയറി എന്നോട് അവർ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ ഏതൊക്കെ പേപ്പേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എൻ്റെ വായിൽ നിന്ന് ഏറ്റവും ടഫായിട്ടുള്ള 3 പേപ്പേഴ്സാണ് വന്നത്. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരു 20-25 മിനിറ്റ് കണ്ടിന്യൂസ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരു രക്ഷയില്ല, എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല, പക്ഷേ
ഇൻ്റർവ്യൂവിന് പോകുമ്പം എപ്പോഴും എൻ്റെ കഴുത്തിൽ ഈ ഉടമ്പടി കാശ് രൂപ മാലയിൽ ഇടരുതെന്ന് പറയും. പക്ഷേ ഇത് മാറ്റിയാൽ എൻ്റെ സകല കോൺഫിഡൻസും പോകുന്നതുകൊണ്ട് ഞാൻ ഇതുമായിട്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. പക്ഷേ UPSCയുടെ ഇൻ്റർവ്യൂവിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ഓർണമെൻറ്റ്സ് ഫുള്ള് ഊരി മേടിക്കും. അപ്പം ഞാൻ ഉടമ്പടി ഉപ്പ് ഒരു ചെറിയ കടലാസി പൊതിഞ്ഞ് എൻ്റെ ജാക്കറ്റിൽ വെച്ചിരുന്നു. അത് മാത്രമായിരുന്നു. ഞാൻ അതിൽ പിടിച്ചുകൊണ്ട് മാതാവിനോട് ചോദിച്ചു, എന്നാലും ഇത്രയും പൈസ മുടക്കി ഒരു പ്രതീക്ഷയില്ലാത്തതാണ്. നമ്മൾ PSC ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കും, UPSC ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടം വരെ എത്തിച്ചിട്ട് വെറുതെ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന രീതിയിൽ പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ മാതാവിനോട് അന്ന് ഈ ടൈമിലൊന്നുമല്ല, ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു 2024 ക്രിസ്മസിന് മുമ്പ് എനിക്കൊരു സമ്മാനം തരണേന്ന്. 2023 ഡിസംബർ 24 വൈകിട്ട് 5 മണിക്ക് ശേഷം UPSCയുടെ സൈറ്റിൽ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്തു. ഓൾ ഇന്ത്യയിൽ 2 വേക്കൻസി ആയിരുന്നു. അതിലൊന്ന് എനിക്ക് മാതാവ് തന്നു. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, എൻ്റെ ഗൈഡ് എല്ലാവരും പറഞ്ഞു കിട്ടും നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പറയുമല്ലോ, അതുപോലെ പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും അറിയാം. ഹസ്ബൻഡ് ഇപ്പോഴും പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ വന്നിട്ട് ആ സാഹചര്യമൊക്കെ കണ്ട് എല്ലാവരും മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ളവരൊക്കെ ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നു, നോട്ട് ബൈ മൈ മെറിറ്റ്, ഓൺലി ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് മാത്രമാണ് ജോസഫ് അച്ഛൻ പറയുന്ന പല കാര്യങ്ങളുടെ അർത്ഥം എനിക്ക് ഈ 2 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുമായിരുന്നു. നമ്മുടെ കുറവുകൾ എവിടെയാണോ അവിടെയാണ് നിറവുകളുമായിട്ട് മാതാവ് വരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്റ്റിൻ്റെ ബേസിക് നോളജ് മറന്നുപോയി. ഞാൻ 5 വർഷം PG ലെവലിൽ വർക്ക് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് സബ്ജക്റ്റ് എല്ലാം അറിയായിരുന്നു. ആ സമയത്ത് ഞാൻ എയ്ഡഡ് കോളേജുകളുടെ ഇൻ്റർവ്യൂവിന് പോയിട്ട് പോലും പല കാരണങ്ങൾ കൊണ്ട്, പെർഫോം ചെയ്യാത്തതുകൊണ്ടല്ല, എന്നെ റിജക്റ്റ് ആയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരുപാട് വിഷമമായിരുന്നു. കാരണം ദൈവം അനുഗ്രഹിച്ച് PGക്ക് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് എൻ്റെ മാതാവ് എനിക്ക് തന്നു. PG കംപ്ലീറ്റ് ചെയ്ത അതേ വർഷം തന്നെ ഞാൻ UGC നെറ്റ് ക്വാളിഫൈ ചെയ്തു. ഒരു ലാഗും വരാതെ 5 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസും പേപ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് പല കോളേജുകളും നെഗ്ലക്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ മാതാവ് ഈ ഒരു ത്രൂ ഔട്ട് ഞാൻ ആ പഠനം തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത് ഞാൻ വിചാരിക്കാത്ത ഒന്നായിരുന്നു. മാതാവിനും ഈശോയ്ക്കും ദൈവത്തിനും നന്ദി ഞാൻ പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് പത്രം മേടിച്ച് വിതരണം ചെയ്യുമായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ഇവിടെ വന്ന് PhDയുടെ ഇടയ്ക്ക് പത്രം മേടിച്ച് വളരെ വിഷമിച്ച് കൊണ്ടുപോയി. കൂടുതലും ഞാൻ ഹിന്ദുസ് ആയിട്ടുള്ളവരുടെ ഇടയിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ പോയി ചെയ്യുമായിരുന്നു. എൻ്റെ PhDയുടെ ഇടയ്ക്ക് ടൈം ഇല്ലെങ്കിലും എനിക്കിങ്ങനെ എന്നെ വീട്ടിൽ തന്നെ എല്ലാവരും പറയുമായിരുന്നു, നിനക്ക് ഇവിടെയൊക്കെ കൊടുത്താൽ പോരെ. ഞാൻ ഓരോരോ ഏരിയ ആയിട്ട് കവർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കാൻ പോയ സമയത്ത് ഒരു ദിവസം അത് കൊടുത്തു കഴിഞ്ഞ് അന്നാണ് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാർഡ് വരുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ കാർഡിൽ ഡേറ്റ് 16, പിന്നെ 6+1 നമ്പറുകളുടെ ഒരു ഇതായതുകൊണ്ട് ഞാൻ പറയുവാണ്. 16 എന്നുള്ളൊരു ഡേറ്റും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരുന്നു. ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത ഡേറ്റ്, ഷോർട്ട് ലിസ്റ്റ് വന്നത് ഞങ്ങൾ 16 പേരാണ്. അതിനുശേഷം 16-ാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ എല്ലാ തരത്തിലും അനുഗ്രഹിച്ച മാതാവിന് നന്ദി പറയുന്നു. യെശയ്യാ 43:1 യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ലിയ ജോയി എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിച്ചതു മുതൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ അത്ഭുതത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ കൃപാസന മാതാവിനെ പരിചയപ്പെട്ടത് നമ്മോട് ആദ്യം സൂചിപ്പിച്ചു. മകൾ പഠിക്കുന്നത് ചങ്ങനാശ്ശേരിയിലും വീട് കണ്ണൂരുമാണ്. അതുകൊണ്ടാണ് കൂടെ ഇന്ന് കുഞ്ഞില്ലാതെ ഈ അൾത്താരയിൽ നിൽക്കേണ്ടി വന്നത്. പക്ഷേ കുഞ്ഞിനുള്ള കോംപ്ലിക്കേഷൻ എന്നതിനേക്കാളുപരി മകൾക്കുണ്ടായിരുന്ന ശാരീരികമായ വലിയ പ്രയാസങ്ങളാണ് ആ സാക്ഷ്യത്തിൻ്റെ പ്രാധാന്യം എന്നതുകൊണ്ടാണ് മകളെ മാത്രം സാക്ഷ്യം പറയുവാൻ അനുവദിക്കാമെന്ന് കരുതിയതും. മകൾ പറയുന്നത്, ആഗ്രഹിച്ച സമയത്ത് തന്നെ പ്രഗ്നൻസി അമ്മ മാതാവും തിരുക്കുമാരനും അനുവദിച്ച് നൽകി. എന്നാൽ അത് മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ ഫൈബ്രോയിഡ് ഉണ്ടെന്നും അത് അല്പം അപകടകരമാം വിധം വളരുന്ന ഫൈബ്രോയിഡാണെന്നും അത് പ്രഗ്നൻസിയുടെ ഡെലിവറി സമയത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നും ഒക്കെ ഡോക്ടർമാരിൽ നിന്നും അറിവ് ലഭിക്കുന്നുണ്ട്. മകളന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. എന്നാൽ ആ ദിനങ്ങളിലൊക്കെയും മകളുടെ ബന്ധുവായ ഒരു ഡോക്ടർ, ഇവിടെ ഉടമ്പടിയിൽ ജീവിക്കുന്ന മകൾ, എന്നും ഉദരത്തിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി
ഉടമ്പടി തൈലം പൂശി മകൾക്ക് വേണ്ടി, ആരോഗ്യമുള്ള കുഞ്ഞിന് വേണ്ടി, സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. വലിയ ആശുപത്രികളിലേക്ക് പലരും നിർദ്ദേശം വയ്ക്കുമ്പോഴും മകളെ നോക്കിയിരുന്ന ആ സിസ്റ്റർ ഡോക്ടറിനുള്ള വിശ്വാസം, അതുകൊണ്ട് മാത്രം ആ അതേ ആശുപത്രിയിൽ തന്നെ, ചെറിയൊരു ആശുപത്രിയിൽ തന്നെ ഡെലിവറിക്ക് പോകുന്നുവെന്ന് തീരുമാനിക്കുന്നു. മകൾ പറയുന്നുണ്ട്, ലേബർ പെയിൻ പോലും ഇല്ലാതെ 1 മണിക്കൂറിനുള്ളിൽ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നോർമൽ ഡെലിവറിയായി എനിക്ക് നൽകിയെന്ന. ശരിക്കും അതിൻ്റെ സന്തോഷത്തോടും നന്ദിയോടും കൂടിയാണ് മകൾ വന്നിവിടെ ഉടമ്പടി എടുക്കുന്നത്. ആ ഉടമ്പടി എടുത്തതിന് ശേഷം മകൾ പറയുന്ന ജീവിതാനുഭവങ്ങളെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതാണ്. മകൾ പറയുന്നുണ്ട്, PhD വേണ്ടിയുള്ള ആ രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിവിടെ 2-3 ഡേറ്റുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന്, ഒരു ഡിസംബർ 14. അതിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ മകൾക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു നിർദ്ദേശമാണ് 2024 ഡിസംബർ 14 എന്നൊരു തീയതി അമ്മ മാതാവ് മകളുടെ മനസ്സിൽ തെളിയിച്ചു കൊടുക്കുന്നു. മറ്റൊന്ന്, മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് 96. മകൾ പറയുന്നു, സെപ്റ്റംബർ 6 എൻ്റെ ജന്മദിനമാണ്. ഈ 96 പലപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധയോടുകൂടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മകൾ പറയുന്നു, എനിക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എൻ്റെ നമ്പർ ലഭിച്ചത് 96, പക്ഷേ അത് അവിടെ വിധികളുടെ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് അന്വേഷിക്കുമ്പോൾ വേഗത്തിൽ എനിക്കത് അനുവദിച്ച് കിട്ടുന്ന വിധത്തിൽ മാറിക്കിട്ടുന്നു. മറ്റൊന്ന്, മകൾ പറയുന്നുണ്ട് 16, അത് 6+1, അത് 7 ആകുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമാണ് 7-ാം തീയതി. ആ 7 അതുകൊണ്ട് വളരെ വിശ്വാസമുള്ളൊരു ദിവസമായി മാറുന്നു. 16 പേരെ തിരഞ്ഞെടുക്കുന്നു. 16-ാം തീയതി ഇൻ്റർവ്യൂ നടക്കുന്നു. അങ്ങനെ തീയതികൾ വെച്ച് മകളൊരു കണക്കപ്പിള്ള കൂടെയാണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് കണക്കാണ്, അതുകൊണ്ട് മുഴുവൻ കണക്കിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മകൾ മുഴുവൻ തീയതികൾ വെച്ച് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഇതിങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ മാതാവ് തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക, അക്കം പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നതൊക്കെ കൃപാസനത്തിന് വരുന്നവർ എപ്പോഴും ശീലിക്കുന്ന രീതികളാണ്. ജോസഫ് അച്ഛൻ എന്നും പറയും, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, നിങ്ങൾ സമയത്തെ മാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ ഇടുന്ന സമയത്തെ അമ്മ മാതാവ് ആദരിച്ചിരിക്കുമെന്ന് മകൾ പറയുന്നുണ്ട്. അത്ഭുതകരമായിട്ട് ഇന്ത്യയിൽ നിന്ന് 2 പേരെ മാത്രം തിരഞ്ഞെടുക്കുന്ന UPSCയുടെ ഒരു പരീക്ഷയിൽ മകൾ അതിൽ അത്ഭുതകരമായി ഉൾപ്പെടുന്നു. അതിന് ഷോർട്ട് ലിസ്റ്റ് വരെ എത്തുന്നു, ഇൻ്റർവ്യൂവിലെത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ PGക്ക് എന്ത് പഠിപ്പിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള 3 വിഷയങ്ങൾ അങ്ങോട്ട് പറയുന്നു. അതുകൊണ്ട് അവിടെ തീരുമെന്ന് കരുതിയാണ് സൂചിപ്പിച്ചത്. പക്ഷേ ചോദ്യം മൊത്തം അവിടുന്ന് മാത്രം വന്നുകൊണ്ടിരുന്നു. കണ്ണീരോടുകൂടിയാണ് മകൾ ശരിക്കും പുറത്തേക്ക് വന്നത്. കാരണം ഇത്രത്തോളം എത്തിയിട്ട് ഈ ഇൻ്റർവ്യൂവിൽ ഞാനായിട്ട് പറഞ്ഞ വിഷയങ്ങളുടെ പുറത്താണല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങളും ചോദ്യങ്ങളും വരികയും എനിക്കത് ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റിയുള്ളൂ എന്ന ഒരു പ്രയാസത്തോടെ പുറത്തേക്ക് വരുന്നു. എങ്കിലും മകൾക്കൊന്ന് ഉറപ്പുണ്ട്, എനിക്ക് അനുവദിച്ചു തന്നൊരു തീയതി അത് 2024 ഡിസംബർ 14 ആണെങ്കിൽ ഞാൻ എൻ്റെ പ്രീ സബ്മിഷന് മുമ്പ് ആ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും എനിക്കൊരു ജോലിക്ക് ലിസ്റ്റിലുണ്ടാകണമെന്ന് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ തന്ന തീയതിയാണെങ്കിൽ ഇതിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുമെന്ന. പ്രിയമുള്ളവരെ, എത്ര സുന്ദരമായി, എത്ര നേർവഴിയിൽ അമ്മ മാതാവ് എല്ലാ കാര്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുവന്ന് കഴിവ് കൊണ്ട് അത് പ്രാപ്തി കൊണ്ട് നേടേണ്ടതല്ലെങ്കിൽ കൂടിയും അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് മകൾക്ക് വേണ്ടി അങ്ങനെ വലിയൊരു പോസ്റ്റ്, വലിയൊരു ജോലിയിലേക്കുള്ള നിയമനം മകൾക്ക് അനുവദിച്ചു കൊടുക്കുന്നു. ഇത് ഉടമ്പടിയുടെ സുന്ദരമായ ഒരു സാക്ഷ്യമാണ്. ഉടമ്പടി ജീവിതത്തോട് പുലർത്തുന്ന വിശ്വസ്തത, അമ്മ മാതാവിൽ ശരണപ്പെട്ടുള്ള പ്രാർത്ഥന, ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന പ്രത്യാശയോടുകൂടി ഉടമ്പടിയിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ കാണിക്കുന്ന മനസ്സ്, അത് മുഴുവനും ദൈവാനുഗ്രഹത്തിൻ്റെ വലിയൊരു അടയാളമാക്കി അമ്മ മാതാവ് മാറ്റിക്കൊടുക്കുകയും ചെയ്യുന്നു. മകൾക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ദേവകുമാരനും പരിശുദ്ധ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സോന, കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഇതിൻ്റെ അമ്മ ട്രീസ. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 2022 2023 ഞാൻ BTech പാസ് ഔട്ട് ആയതാണ്. അപ്പം BTech പാസ് ഔട്ട് ആവുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഹയർ സ്റ്റഡീസിന് പോകണം എന്നുള്ള കാര്യം. അപ്പം ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി
IELTS എഴുതി. എനിക്ക് ജർമ്മനിക്ക് പോകണമെന്നായിരുന്നു. അപ്പോൾ IELTS എഴുതി, അതിനുശേഷം APS എല്ലാം എനിക്ക് പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ സമയം എടുക്കുന്ന കാര്യങ്ങളായിരുന്നു APS ഒക്കെ. പക്ഷെ അതൊക്കെ എനിക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിട്ടി. IELTSനാണേലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാം കിട്ടി. ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച്, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. മുന്നത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം വെച്ച് ഓരോ കാര്യങ്ങളും പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാനൊരു ഏജൻസിയിൽ അവസാനം എൻ്റെ അത്യാവശ്യം സർട്ടിഫിക്കറ്റൊക്കെ ആക്കിയിട്ട് ഏജൻസി വഴി ഫോർവേഡ് ചെയ്യാനൊന്ന് ഓർത്തിരുന്ന. അപ്പം ഞാനൊരു ഏജൻസിക്ക് കൊടുത്തു. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഫ്രണ്ട് ഏജൻസി ആയിരുന്നു. അപ്പോൾ അവർക്ക് ഞാനൊരു ഏജൻസി ഫീസൊക്കെ കൊടുത്തു. എല്ലാം ശരിയായി. പക്ഷേ ആപ്ലിക്കേഷൻ കഴിഞ്ഞു. എൻ്റെ കൂടുതൽ അപ്ലൈ ചെയ്തവർക്ക് റിജക്ഷനോ അക്സെപ്റ്റൻസോ എന്തെങ്കിലും വന്നു തുടങ്ങി. എനിക്കൊന്നും വരുന്നില്ലായിരുന്നു. കുറേ നാളായി വരാതെയായി. 2-3 മാസങ്ങളായി. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. ഞാൻ ഇവരെ വിളിച്ചിട്ട് ഇവർ പറയുന്നത് ഒന്നും വന്നിട്ടില്ല. പിന്നെ എൻ്റെ ഫോൺ എടുക്കാതെയായി. അപ്പോൾ ഞാൻ അവസാനം പിന്നെ അവർ പറഞ്ഞു നമുക്ക് അടുത്തതിന് വെച്ച് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി എൻ്റെ കുറേ ആൾക്കാരുടെ ചോദ്യങ്ങൾ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ട സമയമായപ്പോൾ വീട്ടുകാരും നിൽക്കേണ്ട സമയമായി. അപ്പം ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന രീതിയിൽ ഞാൻ ചിലപ്പോൾ എനിക്കിത് ദൈവം വിധിച്ചതല്ലായിരിക്കും എന്നോർത്ത് ഞാൻ ബാക്ക് ഔട്ട് ചെയ്തു. ഏജൻസിക്ക് റീഫണ്ടിന് വേണ്ടി ഞാൻ വെച്ചു. അപ്പം മനസ്സ് മടുത്തു. പക്ഷേ പ്രാർത്ഥനയ്ക്കൊന്നും കുറവില്ലായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോയി. കുറച്ച് നാൾ ജോലിയും ഇല്ല, ജോലിക്കും വെക്കാണ്ടായി, ഇതും ഇല്ലാണ്ട് കുറച്ച് നാൾ മനസ്സ് മടുത്ത് തന്നെ വീട്ടിലിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്തൊരു ജോലി ശരിയായി. അപ്പം ഞാൻ ടെക്നോ പാർക്കിലേക്ക് പോയി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്സ് വഴിയിട്ടാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ വെക്കാനായിട്ട് അവരുടെ നിർബന്ധത്തിൽ വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. എൻ്റെ നിർബന്ധം പ്രകാരമല്ല. കാരണം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. പഠിക്കാനാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പം ഞാൻ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. കോൺഫിഡൻസ് ഇല്ലാണ്ട് തന്നെയാണ് വെച്ചത്. പിന്നെ അമ്മ പറഞ്ഞു ഏതായാലും നീ വെച്ച് നോക്ക്, ബാക്കി നമുക്ക് നോക്കാം. അപ്പം ലോണിൻ്റെ ഇഷ്യൂ വന്നു. അപ്പം എൻ്റെ അപ്പയുടെ പേരിലാണേലും അമ്മച്ചിയുടെ പേരിലായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം റീസർവേയുടെ അണ്ടറിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ലോണും കിട്ടത്തില്ല. ലോണില്ലാണ്ട് ഓസ്ട്രേലിയ പഠിക്കാൻ പോണ കാര്യം ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം അത് വേണ്ട എന്ന് അന്ന് നമുക്ക് ശരിയാവത്തില്ല എന്ന് തന്നെ ഓർത്തിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അവിടെ ഓസ്ട്രേലിയയിലുള്ളത്. അപ്പോൾ ആൾ ഇങ്ങനെ ഒരു ബാങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി വെച്ചിട്ട് സ്ഥലമൊന്നും വെക്കാണ്ട് തന്നെ ലോൺ കിട്ടുമെന്ന് പറയുന്നതും ഞാൻ അങ്ങനെ വെച്ചു. എല്ലാം ഞാൻ ഓരോ കാര്യം ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യത്തിനാണെങ്കിൽ പോലും അപ്ലൈ ചെയ്യണേന്, ഒരു കുഞ്ഞു സർട്ടിഫിക്കറ്റിനാണെങ്കിൽ പോലും ഞാൻ എല്ലാം പ്രാർത്ഥിച്ച്, എൻ്റെ അമ്മയാണേലും അപ്പയാണേലും പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി പത്രികയുടെ അകത്ത് തലേദിവസം അതുകൊണ്ട് വെച്ചിട്ടായിരിക്കും പിറ്റേ ദിവസം വെക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയായിരുന്നു. എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് കണ്ടീഷണലൊന്നും അല്ല, അൺകണ്ടീഷണൽ ഓഫർ ലെറ്ററായിട്ട് തന്നെയാണ് വന്നത്. ഉടനെ അതിന് ലോൺ പാസ്സായി. വിത്തിൻ 2-3 ഡേയ്സ് എൻ്റെ ലോൺ പാസ്സായി. എനിക്ക് ഒരാഴ്ച സമയത്തിനുള്ളിൽ ഞാൻ വിസയുടെ പേപ്പറെല്ലാം ശരിയാക്കി. എൻ്റെ ഫ്രണ്ട്സൊക്കെ വെക്കുന്ന കഴിഞ്ഞിട്ടാണ് ഞാൻ വെച്ചത്. കാരണം കുറച്ച് നമുക്ക് അസറ്റിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് വരാൻ എനിക്ക് താമസം എടുത്തെങ്കിലും ഞാൻ അവർ വെച്ച് കഴിഞ്ഞിട്ടാണ് വെച്ചത്. പക്ഷേ പെണ്ണുങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് ഓട്ടോ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് 2 ദിവസത്തിനുള്ളിൽ വിസ വരുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ വെച്ച ഉടനെ എനിക്ക് വിസ ഗ്രാൻഡായി കിട്ടി. ദൈവത്തിന് 1000 നന്ദി. ഞാൻ ഈ 22-ാം തീയതി ഓസ്ട്രേലിയക്ക് പോവാണ്. ഒത്തിരി നന്ദി. എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും എനിക്ക് പണ്ട് തൊട്ടേ ദൈവത്തിൽ വിശ്വാസമൊക്കെ ആയിട്ടാണെങ്കിലും ഞാൻ കൊന്തയും ബൈബിളും വായന വളരെ കുറവായിരുന്നെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം അതെനിക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റി. പ്രേക്ഷിത പ്രവർത്തനങ്ങളാണേലും ഞാൻ പത്രങ്ങൾ കൊണ്ട് അമ്മയും ഞാനും പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ എറണാകുളത്ത് ഒരു അമ്മമാരുടെ സ്ഥലത്ത് ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടത്തിൽ പോകുമായിരുന്നു ഒരു പ്രേക്ഷിത പ്രവർത്തനത. അവിടെ കുറച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് നേരം അവരെ ശുശ്രൂഷിച്ച് ഒക്കെ നിന്നു. അപ്പം ദൈവത്തിനും ദൈവമാതാവിനും 1000 നന്ദി. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29:11 നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. സോന തൻ്റെ ഓസ്ട്രേലിയയിലേക്ക് തനിക്ക് എങ്ങനെയാണ് പോകുന്നതിന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടി ജീവിക്കുമ്പോൾ തനിക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക.
1 വർഷത്തോളം താൻ ട്രൈ ചെയ്തു. എന്നാൽ തനിക്ക് ഓട്ടോ വിസയുമല്ല സ്പോട്ട് വിസയാണ് പിന്നീട് കിട്ടുന്നത്. അതായത് അപ്ലൈ ചെയ്യുന്ന അതേ സെക്കൻഡിൽ തനിക്ക് വിസയൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക സമയ ചുരുക്കമാണ്. സമയത്തിൻ്റെയും കാലത്തിൻ്റെയും മേൽ ദൈവപിതാവ് പരിശുദ്ധ അമ്മയ്ക്ക് കൽപ്പിച്ചു നൽകിയിരിക്കുന്ന അധികാരം. അമ്മ എങ്ങനെയാണ് തൻ്റെ സവിധത്തിൽ വന്ന് തൻ്റെ തിരുക്കുമാരനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ അമ്മ അതൊക്കെ എങ്ങനെയാണ് മക്കൾക്ക് പ്രദാനം ചെയ്യുന്നു. അതായത് ഇവിടെ ഒത്തിരിയേറെ യുവതീ-യുവാക്കൾ തങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു. തങ്ങൾക്ക് വിദേശത്തേക്ക് പോകുവാനും അതായത് പഠിക്കുവാൻ അല്ലെങ്കിൽ ജോലിക്കായിട്ട് ഉപരിപഠനത്തിനൊക്കെ ആയിട്ട് പോകുന്ന കാര്യങ്ങൾ നാം അനുദിനവും കേൾക്കുന്നതാണ്. തങ്ങൾക്ക് ഒരു സാധ്യത തെളിയുന്നു എന്നതും അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് വരുന്ന മാറ്റങ്ങളാണ്. ഇതൊന്നും ആരും അവരെ നിർബന്ധിച്ചിട്ടല്ല. തൻ്റെ ജീവിതത്തിൽ താൻ വിശ്വാസമൊക്കെയുള്ള കുട്ടിയാണ്, മാതാപിതാക്കളും എല്ലാം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ തന്നെ. എന്നാൽ തനിക്ക് ദൈവവചനം വായനയും അതുപോലെ ജപമാല ഇതൊക്കെ തനിക്ക് അത്രയേറെ താല്പര്യമുള്ള കാര്യമല്ലായിരുന്നു. ഉടമ്പടി തന്നെ എങ്ങനെയാണ് ഇതിനോടൊക്കെ ഒരു ആകർഷണം തനിക്ക് തന്നത്. അതായത് ഇത് ആരും നിർബന്ധിച്ചിട്ടല്ല. നാം ഉടമ്പടി എടുത്ത് കർത്താവിനോട് കൊടുക്കുന്ന വാക്ക് നാം അത് പാലിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ചില ബോധ്യങ്ങൾ നിറയുകയാണ്. അങ്ങനെ തന്നെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തോട് യോജിച്ച് തനിക്കിന്ന് തൻ്റെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ കൃപയുള്ള മകളായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയുന്നു എന്നാണ് സോന ഇവിടെ സാക്ഷ്യപ്പെടുത്തുക. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് എൽദോ. ഞാൻ വെളിനാട് പിറവം വെളിനാട് എന്ന സ്ഥലത്ത് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ മാസം 4-ാം തീയതിയാണ്. ഞാൻ അതിശക്തമായി മദ്യപാനിയായിരുന്നു. 25 വർഷമായിട്ടുള്ള മദ്യപാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്നേ ദിവസം തന്നെ ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു. പിന്നെ അതുകൂടാതെ എനിക്ക് നേർച്ച വസ്തുക്കൾ എല്ലാം ഉപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മദ്യപാനം ഉപേക്ഷിച്ചത്. അത് പിന്നെ ഇതുവരെ എനിക്ക് ഒന്നിനും തോന്നിയിട്ടുമില്ല. ആത്മീയമായിട്ടുള്ള എല്ലാ ഉയർച്ചകളും തന്ന് കൃപാസനമ്മ മാതാവ് സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അതും ഇതുപോലെ തന്നെ 25 വർഷമായി എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. എല്ലാവിധ വാഹനങ്ങളും ഞാൻ ഓടിക്കുമായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും പിന്നെ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഞാൻ 2-3 തവണ അപേക്ഷിച്ചു. 2-3 തവണയും എനിക്ക് ലൈസൻസിന് കിട്ടിയില്ല. പിന്നെ ഒരു തവണ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം പറഞ്ഞ് വീണ്ടും അപേക്ഷിച്ചു. വീണ്ടും ലേണേഴ്സിന് ചെന്നപ്പോൾ കമ്പ്യൂട്ടറാണ് ടെസ്റ്റ്. എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കൃപാസനമ്മ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പും തേനും ഞാൻ കൊണ്ടുപോയി കമ്പ്യൂട്ടറിന് മുമ്പിൽ കൊണ്ടിട്ടിട്ട് അന്നേ ദിവസം തന്നെ ഞാൻ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. തേനും തൈലവും ഉപ്പും ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ലേണേഴ്സിന് ടെസ്റ്റിന് ഞാൻ ഇരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഒരു ആൻസറിന് 30 സെക്കൻഡേ ഉള്ളൂ. അപ്പോൾ 12 എണ്ണം ശരിയാക്കണം. 20 എണ്ണത്തിൽ 12 എണ്ണം ശരിയാക്കണം. 12 എണ്ണം പെട്ടെന്ന് തന്നെ ഒന്നും അറിയാതെ ഞാൻ തൊടുമ്പത്തേയും തന്നെ എല്ലാ നോബും ആ ആൻസറിൽ തന്നെ ചെന്ന് എനിക്ക് 5 മിനിറ്റും കൊണ്ട് 12 ഉത്തരങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുത്ത് വന്നപ്പോൾ എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടായിരുന്നു. ഒരു ദിവസം രാത്രി ഞാൻ എൻ്റെ സൈറ്റിൽ എനിക്ക് കൂലിപ്പണിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സൈറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് പല കടകളിലും കയറിയപ്പോൾ പോക്കറ്റിലായിരുന്നു കാശ് രൂപം കിടന്നത്. അപ്പോൾ ഞാൻ ആ കാശ് രൂപ പൈസ എടുക്കുന്ന സമയത്ത് കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് എവിടെയോ പോയി. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കാശ് രൂപ എൻ്റെ കയ്യിലില്ല. ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ അപ്പോൾ തന്നെ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചാൽ ഞാൻ തിരിച്ച് നേരെ എൻ്റെ അർദ്ധരാത്രി ഒരു 8 മണിയായി കാണും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ സൈറ്റിൽ പോയി കയറിയ കടകളെല്ലാം കയറി എല്ലായിടത്തും അവിടെ ഒന്നുമില്ല. തിരിച്ച് റിട്ടേൺ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാതെ ഞാൻ തിരിച്ച് പോരുന്ന വഴിക്ക് എങ്ങനെയോ ഒരു ലൈറ്റിൻ്റെ പ്രകാശം റോഡിൻ്റെ സൈഡിൽ, രാത്രിയാണ് ഒന്നും കാണാൻ പറ്റില്ല,
ഒരു പ്രകാശം ഇങ്ങനെ പൊന്തി പൊങ്ങി വന്ന് ഞാൻ നോക്കി, അപ്പം തന്നെ വണ്ടി എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ കാശിരൂപ അവിടെ കിടന്ന് ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിൽ പൊങ്ങി നിൽക്കുന്നു. ഞാൻ പോയി ആ കാശിരൂപ എടുത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടിന്യൂ പണിയുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നിത്യവും എല്ലാ ദിവസവും മാതാവ് എനിക്ക് എൻ്റെ ജോലി തന്ന് എനിക്ക് അനുഗ്രഹം തരുന്നു. പിന്നെ അതുകൊണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടെ കൃപാസനത്തിലെ പത്രങ്ങളും എല്ലാം ഞാൻ മേടിച്ച് ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. അതുകൂടാതെ പള്ളികളിലൊക്കെ പോകുമ്പോൾ പള്ളികളിലൊക്കെ ഇങ്ങനെ അലക്ഷ്യമായി കിടക്കുവാണെങ്കിൽ ആ പത്രവും എടുത്ത് ഞാൻ ഓരോ വീടുകളിൽ കൊടുക്കും. വേറെ ആർക്കും കയ്യിൽ ഇങ്ങനെ റോഡ് സൈഡിലൊന്നും കൊടുക്കില്ല, വീടുകളിൽ തന്നെ കയറി കൊടുക്കുകയുള്ളൂ, അല്ലാതെ വേറെ എങ്ങും കൊടുക്കാറില്ല. പിന്നെ മറ്റുള്ള എൻ്റെ പ്രാർത്ഥന എല്ലാം രാവിലേക്കും വൈകിട്ടും ബൈബിൾ വായനയാണെങ്കിലും 2 നേരവുമായിട്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. അതുകൂടാതെ അനാഥ മന്ദിരങ്ങളിലാണ് എന്നെ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സഹായിക്കുന്നു. മറ്റുള്ള എല്ലാ കൃപാസനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആത്മീയപരമായി ഞാൻ ചെയ്തു പോകുന്നു. ഇതുവരെയും ഇത്രയും തന്ന വരുമാനങ്ങളും എല്ലാം എനിക്കിപ്പോൾ ഒത്തിരി ഒന്നിലോ ഉപരിയായിട്ടാണ് എനിക്കിപ്പോൾ വരുന്നത്. ഞാൻ എപ്പോൾ ചോദിച്ചാലും എൻ്റെ കയ്യിൽ പൈസ ഇല്ലേ, അപ്പോൾ സീറോയിലായാലും അപ്പം തന്നെ എൻ്റെ ഇരട്ടി എനിക്ക് തരും. അതായത് എൻ്റെ കയ്യിലുള്ളൂ, അപ്പം തന്നെ ഒരു 2 ദിവസത്തിനുള്ള ഒരു 5 രൂപ എനിക്ക് തരുക. അങ്ങനെ എനിക്ക് മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും തിരുകുമാരനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുപോലെ തന്നെ മദ്യത്തോട് കൂടിയുള്ള 25 വർഷമായിട്ടുള്ള പുകവലി, എൻ്റെ 16ാമത്തെ വയസ്സിൽ എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നു. അതായത് ദുശീലം എന്ന് വെച്ചാൽ മോഷണമില്ല, മറ്റുള്ള ഇതൊന്നുമില്ല. പക്ഷേ മറ്റുള്ള മദ്യപാനം, പുകവലി എല്ലാം 16ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. പക്ഷേ എൻ്റെ 41ാമത്തെ വയസ്സിൽ എല്ലാം പൂർണ്ണമായി ഞാനിപ്പോൾ ഉപേക്ഷിച്ച് നല്ല സന്തോഷമായി ജീവിച്ചു പോകുന്നു. യെശയ്യാ 1:19 അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. തൻ്റെ ജീവിതം മുഴുവനും ഇവിടെ ഈ മകന്, അതായത് അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മയുടെ വണക്കത്തിനും ഈശോ മഹത്വപ്പെടുന്നതിനും വേണ്ടിയിട്ട് എൽദോ വർഗീസ് തുറന്ന് കാണിക്കുകയാണ്. ഇവിടെ നാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് നാം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തെ ഒരു പ്രചോദനമാക്കുകയാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ക്രിസ്തു ഓരോരുത്തരിലും രൂപപ്പെടുന്നത്. ഈ ക്രിസ്തു രൂപീകരണമാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കേണ്ടത്. അതിന്ന് അൾത്താരയിലൂടെ നാം കേൾക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എങ്ങനെ രൂപപ്പെട്ടു, താൻ എങ്ങനെയുള്ള ആളായിരുന്നു, എന്നാൽ തൻ്റെ 16 വയസ്സിൽ തുടങ്ങിയ തൻ്റെ ദുശീലങ്ങളൊക്കെ അതെന്തെല്ലാമാണെന്ന് നാം വ്യക്തമായിട്ട് കേട്ടു. അതിനെല്ലാത്തിനും പൂർണ്ണമായിട്ട് മാറ്റം വന്നു. 3 വർഷമായിട്ട് തനിക്കിതൊന്നും തന്നെ ഇപ്പോൾ യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല. അത്രയേറെ സ്റ്റേബിളാണ്. എത്രയോ ധ്യാനങ്ങൾ നാം കൂടി കാണണം, എവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് കാണണം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾക്ക്. എന്നാൽ കൃപാസനത്തിലെ ഉടമ്പടി അതെന്തുകൊണ്ട് മക്കളെയൊക്കെ സ്വയം അവർക്ക് ബോധ്യം വരികയാണ്. ആരുടെയും നിർബന്ധമല്ല, ആരും പറഞ്ഞു വിട്ടിട്ടല്ല, സ്വയമായിട്ട് ഉടമ്പടി എടുത്ത് ജീവിത വിശുദ്ധീകരണം വരുന്നു. അതുകൊണ്ട് തന്നെയാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് തിരുവചനം പറയുക. നാം ദൈവത്തോട് നാം കൊടുക്കുന്ന വാക്ക്, അതിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ നമ്മെ എങ്ങനെയാണ് ഔഷധമായിട്ട് ഓരോ വ്യക്തികളെയും ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു, തൻ്റെ വരുമാന മാർഗങ്ങൾ ഉയർന്നു. താനൊരു കൂലിപ്പണി ചെയ്യുന്ന മകനാണ്. എന്നാൽ ഇന്ന് തനിക്ക് പൈസയ്ക്ക്, അതായത് തനിക്ക് പണിയെടുത്ത് തനിക്ക് പൈസ സമ്പാദിക്കുവാനായിട്ട് ആരോഗ്യവും അതുപോലെ പണി ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളും ദൈവം ഒരുക്കുന്നു. കമ്പ്യൂട്ടർ അറിയത്തില്ലാത്ത മകൻ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ടെസ്റ്റ്, അതും എത്ര പെട്ടെന്ന് 12 ക്വസ്റ്റ്യൻസൊക്കെ നിമിഷ നേരം കൊണ്ട് പറഞ്ഞതിലും നേരത്തെ തീർക്കേണ്ട സമയത്തിലും നേരത്തെ എക്സാം പൂർത്തിയാകുന്നു. ഇതൊക്കെ തനിക്ക് ചെയ്യാൻ സാധിച്ചത് ഉടമ്പടിയുടെ മകനായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് എൽദോ വർഗീസ് ഇന്നിവിടെ വന്ന് എല്ലാവരുടെയും മുൻപിൽ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതും. അങ്ങനെ ഇന്ന് താൻ ആത്മീയമായിട്ട് എത്രയേറെ ഉയർന്നു വളർന്നു. അതുപോലെ കാശുരൂപം നഷ്ടപ്പെടുമ്പോൾ പോയത് പോകട്ടെ എന്നല്ല, അതിന് തേടി പുറപ്പെടുകയാണ്. 100 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ 99നെയും നിർത്തിയിട്ട് ആ നഷ്ടപ്പെട്ടതിന് പിന്നാലെ പായുന്ന ഇടയൻ. ആ ഇടയൻ്റെ
മനോഭാവം, അതാണ് ഈശോയുടെ നിലപാട്. തൻ്റെ അമ്മയുടെ കാശുരൂപമാണ് നഷ്ടപ്പെട്ടത്, അത് തനിക്ക് സ്വത്താണ്, ആസ്തിയാണ്, സമ്പത്താണ്. ലോകത്തൊരിടത്തും അത്രയും വിലപിടിച്ചുള്ള ഒരു വൈഡൂര്യമില്ല, രത്നമില്ല. ഇത് ഈ മകൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിൽ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ ആ റോട്ടിൽ സൈഡിൽ തനിക്കത് എങ്ങനെ തനിക്ക് ഒരു ലൈറ്റ് അവിടെ പ്രകാശമായി എന്നാണ് ഈ മകൻ പറയുക. അങ്ങനെ തനിക്ക് കാണിച്ചു തരാൻ വേണ്ടി അമ്മ ആ പ്രകാശത്തിലൂടെ തനിക്ക് കാശുരൂപം കാണിച്ചു തന്നു. നഷ്ടപ്പെട്ട കാശുരൂപം തനിക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ഇവിടെയൊക്കെ നമ്മുടെയൊക്കെ തന്നെ ഒരു നിലപാടും ബോധ്യങ്ങളുമുണ്ട്. ഇങ്ങനെ പോയാൽ മതി, ഉടമ്പടിയൊക്കെ ഇങ്ങനെ മതി എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉടമ്പടിയുടെ അനുഭവങ്ങൾ നമുക്കുണ്ടാവുക? അത് ലാഗ് ചെയ്യും. എന്നാൽ എത്ര തിക്താനുഭവങ്ങൾ ഉണ്ടായാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എനിക്കിതെല്ലാം സാധിക്കും. ആ ഒരു ബോധ്യം നമ്മിൽ വളരെ ആഴത്തിൽ വേരൂന്നുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് പലരും പറഞ്ഞതും ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് നാം തന്നെ വിചാരിക്കുന്നതുമായ കാര്യങ്ങൾക്ക് നമുക്ക് തന്നെ സാക്ഷ്യം വഹിക്കാൻ കഴിയും. ഇന്ന് എത്രയും ചാരിതാർത്ഥ്യത്തോടെ, നന്ദിയോടെ ഈ അൾത്താരയിൽ ഈ മകൻ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് പ്രതിഭ. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2019 യൂട്യൂബ് വഴിയാണ് മാധവനെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. ഇടയ്ക്ക് 1-2 തവണ ഇവിടെ വന്നു പോവുകയൊക്കെ ചെയ്തു. എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 26/11/2021 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് മോക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തത്. മോടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. അവർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി വഴി പ്രധാനമായിട്ട് ഈ കാരണം വെച്ച് തന്നെയാണ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 2 IUI കഴിഞ്ഞ് ഫെയിലായി. പിന്നെ അടുത്ത IVF-ലോട്ടുള്ള ചാൻസാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. ഞാൻ ആദ്യത്തെ 2 ഉടമ്പടി എടുത്തിട്ടും അതിൻ്റെ തീക്ഷ്ണതയോടുകൂടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 3ാമത്തെ തവണ ഞാൻ കൃത്യമായിട്ട് പത്രങ്ങൾ വിതരണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ഷീറ്റ് വിശ്വാസ പ്രമാണം എഴുതി ഓരോ പത്രത്തിനകത്ത് വെച്ച് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയുന്നത് പോലെ ഒട്ടും താമസിക്കാതെ തന്നെ 2 ദിവസം കൊണ്ട് എല്ലാ വീടുകൾ തോറും നടന്ന് വേണ്ടെന്ന് പറയുന്നവർക്ക് കൊടുക്കത്തില്ല, അല്ലാതെ തന്നെ എല്ലാവർക്കും കൊടുത്ത് കൃത്യസമയത്ത് പ്രാർത്ഥിക്കുകയും കാരുണ്യ പ്രവൃത്തികൾ ജനറാശുപത്രി നെയ്യാറ്റിൻകര അവിടെ പോയി രോഗികളെ കണ്ട് അവർക്കുള്ള സഹായങ്ങളൊക്കെയും ചെയ്ത് ഞാൻ ഇവിടെ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഒട്ടും വിചാരിക്കാത്ത സമയത്താണ് മോക്ക് പ്രഗ്നൻസി ആയത്. പിന്നെ അതിന് ശേഷവും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. 5ാം മാസത്തിൽ സെർവിക്സിൽ ലെങ്ത് കുറവെന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫുള്ളും ബെഡ് റെസ്റ്റ് ആയിരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് 8ാം മാസത്തിലെ സ്കാനിങ്ങിനായിട്ട് പോയപ്പോൾ ഓക്സിജൻ സപ്ലൈ കുഞ്ഞിന് കുറവെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ അഡ്മിറ്റ് ചെയ്ത് സിസേറിയൻ നടത്തി. പിന്നെ കുഞ്ഞിനെ NICU-യിലായിരുന്നു വെച്ചിരുന്നത്. അന്നേരമൊക്കെ ഈ മാതാവിൻ്റെ കാശുരൂപം രാവിലെയും വൈകിട്ട് ഞാൻ ആ NIC-നകത്ത് കൊണ്ട് സിസ്റ്റർമാരുടെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ വെച്ച് അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ വെച്ചും പ്രാർത്ഥിപ്പിച്ച് അങ്ങനെ മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നല്ല രീതിയിൽ ഈ കുഞ്ഞിനെ കിട്ടിയത്. എല്ലാത്തിനും മാതാവിനും തിരുക്കുവാനും കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഈ മോളുടെ ഹസ്ബൻഡ് വീട്ടിലെ ഒരേ ഒരു മോനാണ്. അദ്ദേഹത്തിനൊരു കുഞ്ഞിനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം തന്നെ അന്യം നിന്ന് പോകുന്ന ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെയൊക്കെയാണ് കുഞ്ഞിനെ കിട്ടിയത്. പിന്നീട് ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് 2 ലോണിനായിട്ട് അപ്ലൈ ചെയ്തിരുന്നു. 2 ബാങ്കുകാർ അത് റിജക്ഷൻ കാണിച്ചു. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ 3ാമതൊരു ബാങ്കിൽ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് ലോണ് പാസ്സാക്കി കിട്ടി. അന്നേരം അത് വലിയ ആശ്വാസമായിരുന്നു. പിന്നെ KSF-ൽ ഞങ്ങൾക്ക് 120 മാസത്തെ ഒരു ചിട്ടിയുടെ നറുക്കുണ്ടായിരുന്നു. അതും മാതാവിൻ്റെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും ഒരു 11ാമത്തെ നറുക്ക് ഞങ്ങൾക്ക് വീണ് അങ്ങനെയും മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ചെറുതും വലുതുമായ ഒത്തിരി കാര്യങ്ങൾ മാതാവ് അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഈ അവസരത്തിൽ പറയുന്നു. കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാ ഇന്നിപ്പം ഇങ്ങനെ ചെയ്തത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ മോഡ് ഉടമ്പടി തൈലം എല്ലാ ദിവസവും വയറ്റിൽ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ മരുമോനും മോളും തേനും ഉപ്പും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഈ ആശുപത്രികൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രി, ഞാൻ ബാലരാമപുരമാണ് എൻ്റെ സ്ഥലം, അവിടെ പോയി ഞാൻ രോഗികളെയൊക്കെ കാണാറുണ്ട്. അവർക്ക് വേണ്ടുന്നതെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ
ചെയ്യാറുണ്ട്. പക്ഷേ മൂന്നാമത്തെ ഉടമ്പടി അതിൻ്റേതായ രീതിക്ക് ഞാൻ വലിയ തീക്ഷ്ണതയോടുകൂടി ചെയ്തപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഈ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടിയത്. ഞാൻ ഹിന്ദുവാണ്. എനിക്ക് ബൈബിള് വായിക്കാൻ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ വായിക്കാനായിട്ട് എടുക്കും. പക്ഷേ എനിക്കത് ഒട്ടും മനസ്സിലാകത്തില്ല വായിച്ചാൽ. എന്നാലും ഞാൻ പറ്റും പോലെയൊക്കെ അത് വായിക്കാറുണ്ട്. എന്തെന്ന് അറിഞ്ഞില്ലെങ്കിലും ഞാനത് ചെയ്യാറുണ്ട്. ഈ കൊന്തയുടെ രഹസ്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നന്മ നിറഞ്ഞ മറിയുമെന്നുള്ള പ്രാർത്ഥനയും ഞാൻ ഈ പ്രാർത്ഥനയുടെ കൂടെയും പറയും. രാത്രി കിടക്കാൻ സമയത്തും എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ എൻ്റെ പേഴ്സിൽ കൊന്ത വെച്ചിട്ട് ഞാൻ പറയാറുണ്ട്. അങ്ങനെ മൂന്നാമത്തെ ഉടമ്പടി വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് ഞാൻ നടത്തിയെടുത്തത്. അതിൻ്റെ ഫലമായിട്ട് ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം അരുളി ചെയ്യുന്നു: സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ 7 പ്രസവിക്കുന്നു, സന്താന സമ്പത്തുള്ളവൾ നിരാലംബയാകുന്നു. തൻ്റെ മകളുടെ കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ് പ്രതിഭ എന്ന അമ്മ ഇവിടെ പങ്കുവയ്ക്കുന്നത്. മകൾക്ക് എത്ര നാളായിട്ട് വിവാഹം കഴിഞ്ഞ് എത്ര നാളായെന്നും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റുകൾ IUI 2 തവണ ചെയ്തു. IVF ചെയ്യാം എന്നുള്ള ഇതിലിരിക്കുമ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അങ്ങനെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീട് എങ്ങനെയാണ് കുടുംബത്തിലേക്ക് ഒരു കുഞ്ഞിനെ, അതായത് മകൾ പ്രഗ്നൻ്റ് ആകുന്നതും എന്നാൽ വീണ്ടും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. NICUലൊക്കെ ആയിരുന്നു കുഞ്ഞ്. വീണ്ടും കുഞ്ഞിന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിലൊക്കെ കാശുരൂപമൊക്കെ വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടും പ്രഗ്നൻസിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അമ്മയുടെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച്, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം തങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണെന്നാണ് ഇവിടെ നാം സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഇവിടെ ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് നാം കേൾക്കേണ്ടതുണ്ട്. തൻ്റെ താൻ ഉടമ്പടി എടുത്തു, എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കും, അങ്ങനെ അതങ്ങ് പോയി. എന്നാൽ ഏറ്റവും തീക്ഷ്ണതയോടെ താൻ എപ്പോഴൊക്കെ ഉടമ്പടിയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുമ്പോഴാണ് ഈ മകൾക്ക് ആത്മാർത്ഥമായിട്ട് താൻ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഈ മകൾക്ക് തന്നെ മനസ്സിലാകുന്നത്. അങ്ങനെ തൻ്റെ ജീവിത രീതിയിൽ ഉടമ്പടി ജീവിതം, അതായത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതൽ ബോധ്യമാകുന്നു. പിന്നീടാണ് താൻ കൃപാസന പത്രമൊക്കെ എങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്, അത് അത്രയേറെ തീക്ഷ്ണതയോടെ കൃപാസന പത്രമൊക്കെ എല്ലാവർക്കും കൊടുക്കുവാനും എല്ലാ പത്രത്തിലും കൃപാസന പത്രത്തിലും വിശ്വാസ പ്രമാണം എഴുതി അത് മറ്റുള്ളവർക്ക് കൈമാറുകയാണ്. അതുതന്നെ ഒരു പ്രഘോഷണമാണ്. അതുപോലെ വീടുകൾ കയറി ഇറങ്ങി നടന്നു കൊടുക്കുക, തൻ്റെ അനുഭവം, അതായത് ഇനി തൻ്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടായാൽ അത് താൻ എല്ലാവരോടും പ്രഖ്യാപിക്കും എന്നുള്ള ഒരു തീക്ഷ്ണത തന്നെയാണ് ഈ മകളെ ഇങ്ങനെ ചെയ്യുവാനൊക്കെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഈശോയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളവർ കൃപാസനത്തിൽ വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവിനെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന റോമ 10:9 തിരുവചനമാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും പ്രത്യേകിച്ച് ഈ മകൾ പങ്കുവയ്ക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുക. ക്രിസ്തു രക്ഷകനാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ച് അത് മറ്റുള്ളവരോട് പ്രഖ്യാപിക്കുകയാണ് തൻ്റെ ജീവിതത്തിലൂടെ. അങ്ങനെ തൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനിടയായി. അത് തങ്ങളുടെ ജീവിതത്തിലെ തന്നെ, അതായത് ഒരു മോനാണ് ആ മകളുടെ ഹസ്ബൻഡ്. അപ്പോൾ കുടുംബത്തിൽ ഇനി ഒരു കുഞ്ഞില്ലെങ്കിൽ അത് തീർച്ചയായും ഒരു വേദനയാണ് തൻ്റെ മകൾക്കെന്നറിയുന്ന അമ്മ അത്രയേറെ തീക്ഷ്ണതയോടെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കുഞ്ഞിനെ ലഭിച്ചതും മറ്റ് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത് ഇവിടെ പറയുന്നുണ്ട്. ലോൺ പാസ്സാകാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തങ്ങൾക്കൊരിക്കലും അത്ര പെട്ടെന്നൊന്നും KSFE-ന്ന് ഒരു ചിട്ടി അടിക്കുവാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. എന്നാൽ അതൊക്കെ തങ്ങൾക്ക് ലഭിക്കാനിടയായി. തൻ്റെ അനുഭവം ഇന്ന് മറ്റുള്ളവരുമായി പങ്കുവെച്ച് തനിക്ക് ആകുന്ന എല്ലാ രീതിയിലും ഇന്ന് പ്രാർത്ഥനയിൽ തീക്ഷ്ണതയോടെ മുമ്പോട്ട് പോകുന്നു.
ഈ കുടുംബത്തെ കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ റിനി റാന്നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തേക്ക് കേട്ടായിരുന്നു. പക്ഷേ എനിക്ക് പത്രം കിട്ടിയിരുന്നെങ്കിലും ഞാനത് വായിക്കാറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ 2 വട്ടം ഫസ്റ്റ് ടൈം ഞാൻ ബോംബെ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ നേഴ്സാണ്, സ്റ്റാഫ് നേഴ്സായിട്ട് ബോംബെ വർക്ക് ചെയ്യുക. ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ OET എഴുതി യൂറോപ്യൻ കൺട്രി പോയപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി എന്നാൽ OET എക്സാം എഴുതാമെന്ന്. 2 വട്ടം എഴുതിയെങ്കിലും ഒരു മൊഡ്യൂള് പോയി, അതെനിക്ക് നല്ല സ്കോർ കിട്ടാൻ C കിട്ടി. ബാക്കിയെല്ലാം B ആയിട്ട് ഒരു സ്കോറായി കുറഞ്ഞത് കാരണം 2 വട്ടം എഴുതിയപ്പം കിട്ടാഞ്ഞപ്പം നിരാശയായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡ് ഖത്തറിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്കൊരു മോനുണ്ട്, 8 വയസ്സൊരു മോനുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരെയും കുറ്റപ്പെടുത്തലുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് OET കിട്ടാത്തത് വരെ പറഞ്ഞു. എങ്കിലും നഴ്സിംഗ് ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം OET എങ്ങനെയാണ് ബുദ്ധിമുട്ടാണെന്നൊക്കെ അറിയാം. അപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറയാമായിരുന്നു കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം, ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല. കാരണം ഞാനൊരു മർത്തമക്കാരിയാണ്. അപ്പം എനിക്ക് മാതാവിൽ വിശ്വാസം ഉണ്ടെന്നാലും കൂടുതലായിട്ട് അറിയത്തില്ല ഞാൻ ഉടമ്പടി എങ്ങനെ എടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് എങ്ങനെ ഉടമ്പടി എടുക്കണമെന്നൊന്നും അറിയില്ല. അപ്പം അത് ഞാൻ വിട്ട് കളഞ്ഞു. പിന്നീട് ഞാൻ ഇതുപോലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ വന്നപ്പോൾ അവന് 3-4 ദിവസം പനിയായിട്ട് വന്നു. പനി വന്നപ്പം അടുത്തൊരു ആൻറ്റി വന്നിട്ട് പറഞ്ഞു മോളെ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം. അപ്പം ഞാൻ ആ ആൻറ്റി ഒരു വട്ടം എന്നോട് പറഞ്ഞു. ആൻറ്റി തൈലവും എല്ലാം ഉപയോഗിച്ച ശേഷം കുഞ്ഞിൻ്റെ പനി പൂർണ്ണമായിട്ട് മാറിയപ്പോൾ എനിക്ക് വിശ്വാസം വന്നു. എൻ്റെ കണ്ണു മുന്നിൽ ഞാൻ കണ്ടു. അത് പെട്ടെന്ന് എൻ്റെ കുഞ്ഞ് സുഖം പ്രാപിച്ച് മനസ്സിലായി. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് അപ്പോഴും ഒരു ഇതില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ വെറുതെ ഒരു ബഹ്റിനിലെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു കത്തപ്രോമെട്രിക് എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സാലറി കുറവായിരുന്നെങ്കിലും ഇത്രയും 2 വട്ടം എഴുതിയിട്ട് കിട്ടാത്തതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയപ്പം ഞാൻ കത്തപ്രോമെട്രിക് 2 വട്ടം OET ഫെയിലായി. ഇനിയും ഇതും എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, എല്ലാവരും പറയും. അങ്ങനെ വളരെ വിഷമത്തിരുന്നപ്പോൾ ആൻറ്റി പറഞ്ഞു മോളെ നീ ആണെങ്കിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ട് കത്തപ്രോമെട്രിക് എക്സാം ഉറപ്പായിട്ടും പാസ്സാവുമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഫലമായിട്ട് ഞാൻ മമ്മിയും കൂട്ടി ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ വെച്ചു. ആദ്യത്തെ നിയോഗം ഞാൻ പറഞ്ഞത് എനിക്ക് ഫസ്റ്റ് ടൈം തന്നെ കത്തപ്രോമെട്രിക് കിട്ടണമെന്നായിരുന്നു. ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ഇവിടെ വന്നത് 2024 ഏപ്രിൽ 27 ആയിരുന്നു. എൻ്റെ എക്സാം മെയ്യിലായിരുന്നു. അപ്പം ഞാൻ 10 ദിവസത്തെ ക്രഷ് കോഴ്സിന് ഞാൻ പോയായിരുന്നു. എന്നാൽ എനിക്കിപ്പം ഉള്ളിലാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് കിട്ടുമോ എന്നുള്ള സംശയമായിരുന്നു. ഞാൻ ആ എക്സാം ദിവസം ഞാൻ ഈ ഉടമ്പടി പറയുന്ന പ്രകാരം ഞാൻ ഉപ്പും എല്ലാം തൈലവും എല്ലാം കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞ മറിയമേ ഒക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ പോയത്. തിരുവനന്തപുരത്തായിരുന്നു എക്സാം സെൻറ്റർ. അപ്പോൾ അതിന് കയറുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ തൈലം നെറ്റി പുരട്ടി ഞാൻ എല്ലാം വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് അകത്ത് കയറിയത്. ഫസ്റ്റ് ടൈം കത്തപ്രോമെട്രിക്കിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾക്കാണെങ്കിൽ 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പം ഇങ്ങനെ സ്റ്റാർട്ടിങ് കയറിയപ്പോൾ തന്നെ ടൈമിങ് കാണിച്ച് തുടങ്ങും. അപ്പം തന്നെ 2-4-5 ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു. അപ്പം തന്നെ ഈ സിസ്റ്റം അങ്ങ് ഓഫായിപ്പോയി. വീണ്ടും ടൈം പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ വീണ്ടും അവർ ഓണാക്കി തരും. അപ്പോൾ എൻ്റെ ടൈം ഇപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പം വീണ്ടും അവർ പിന്നെ വന്ന് പറഞ്ഞിട്ടു ഫുൾ സിസ്റ്റം ഓഫാക്കിയിട്ട് പറഞ്ഞു തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വന്ന എല്ലാം പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് എല്ലാം ഞങ്ങളുടെ പല ഫീൽഡിലുള്ള മെഡിക്കൽ സ്റ്റോർ അങ്ങനെ നഴ്സിംഗ് പഠിക്കുന്നവർ എല്ലാവർക്കും അറിയാം. പല ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പല ഫീൽഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ചിലതൊക്കെ വർഷങ്ങളായത് കാരണം എനിക്ക് മറന്നു പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് എന്നെ ഒരു നിന്നാപാത്രമാക്കരുത്, എനിക്ക് ഈ പ്രാവശ്യം തന്നേ പറ്റത്തുള്ളൂ. യേശുപ്പച്ചനോട് മാതാവിനോട് ഒരേപോലെ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എന്നെ ആ സമയം എന്നെ ഭയങ്കരമായിട്ടും ബലപ്പെടുത്തി. ആൻസേഴ്സൊക്കെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഞാൻ ഓരോന്നും കൃത്യമായിട്ട് ചെയ്തു. ഞങ്ങൾ കത്തപ്രോമെട്രിക് എക്സാമിന് ആ ടൈമിൽ തന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് ഉടൻ തന്നെ റിസൾട്ട് അറിയാം. ഞാൻ എല്ലാം കഴിഞ്ഞ് സമയം കഴിഞ്ഞു. അപ്പം ഞാൻ സ്ക്രീനിൽ നോക്കിയപ്പോൾ പാസ് എന്നാണ് കാണിച്ചത്. എനിക്ക് സന്തോഷമാണോ കരയാനാണോ എന്നറിയത്തില്ല. ഞാൻ ഇറങ്ങി കരയുമായിരുന്നു, വെളിയിരുന്ന് ഭയങ്കരമായിട്ടും കരഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ ചോദിച്ചു, ചേച്ചി വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം നമുക്ക് എഴുതാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടാത്തതിനല്ല കിട്ടിയതിനുള്ള സന്തോഷം കൊണ്ടാന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ടും സന്തോഷം തോന്നി. പിന്നീട് എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഖത്തറിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തിന് ഞാൻ ബഹ്റിനിൽ പോകണം, ഞാനെന്നാൽ ഖത്തറിലേക്കുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കത് കിട്ടി. എന്നിട്ട് അതിൻ്റെ എല്ലാം വിസ എല്ലാം വന്ന ശേഷം പെട്ടെന്ന് അത് റിജക്റ്റ് ആയിപ്പോയി.
ടിക്കറ്റ് വരാൻ ഒരാഴ്ച ഉണ്ടായിരുന്നപ്പോൾ റിജക്റ്റായി. അപ്പോഴും എനിക്ക് വീണ്ടും നിരാശയായി. ഇനി എന്താ എനിക്കിങ്ങനെ വരുന്നതെന്നുള്ള വിഷമമായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി പറയുന്ന പ്രകാരം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഉഴപ്പി പോയതെന്ന് ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലാനൊക്കെ ഉഴപ്പി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉഴപ്പിൻ്റെ ഫലമായിട്ട്. പക്ഷേ ഞാൻ ബൈബിളൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു, അരമണിക്കൂറൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ ഇതെടുത്തതിന് ഫലമായിട്ട് നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയാൻ മുഖാന്തരമായി. അങ്ങനെ ഞാൻ രണ്ടാമത് വീണ്ടും ഞാൻ വേറൊരു ഏജൻസിയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ നിന്നെല്ലാം ഫാസ്റ്റായിട്ട് ഞാൻ വേറെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അതും കിട്ടി. അതിൻ്റെ എല്ലാം പ്രോസസ്സിങ് പെട്ടെന്ന് ഫാസ്റ്റായി. രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി. അപ്പം ഫാസ്റ്റായിട്ട് നടന്നു. ഈ വരുന്ന 24 ഞാൻ ഖത്തറിന് പോവുകയാണ്. എനിക്ക് അതിൽ വലിയ വിശ്വാസമുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ജീവനുള്ള ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ എന്ത് കാര്യം അപേക്ഷിച്ചാലും ദൈവം നമുക്ക് തരും. അതിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസം എന്നിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നിലൂടെ ഒരാളെങ്കിലും ദൈവത്തെ കൂടുതലായി അറിയുവാണത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതേപോലെ മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മമ്മിക്ക് കൈയെ മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയ അവസ്ഥയായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ബയോപ്സി അയക്കണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്ത് പല ഹോസ്പിറ്റലിലും കാണിച്ചിട്ടൊന്നും കുറയുന്നില്ല. മമ്മി തൈലം വെച്ചൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ടും മാറി. പിന്നീട് മമ്മിക്ക് കുറേ നാളായിട്ട് മോശം പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ യേശുപ്പച്ചനോട് പറയണം മമ്മിക്കൊരു കുഴപ്പം കാണില്ല, ഞാനൊരു കുഴപ്പമില്ലെന്ന് റിപ്പോർട്ട് വരുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, ബയോപ്സി ചെറിയ പൈൽസിൻ്റെ ആരംഭം, അല്ലാതെ വേറെ പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ദൈവം 3 കാര്യങ്ങളാണ് സാധിച്ചു തന്നത്. പിന്നെ ഞാൻ പറയുന്ന ഞാൻ 6 നിയമങ്ങൾ വെച്ചിട്ടുണ്ട്, 3 നിയമങ്ങളും സാധിച്ചു. പിന്നീട് ഇപ്പോൾ 3ാമത് പുതുക്കി. എനിക്ക് വിശ്വാസമുണ്ട് ബാക്കിയുള്ള നിയമങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരുമെന്ന്. എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി പ്രകാരം നമ്മൾ അത് ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കെല്ലാം കിട്ടുമെന്നാണ്. നമ്മൾ ഇതിലൂടെ നമ്മൾ കൂടുതലായി ദൈവത്തെ അറിയുകയും വചനം പഠിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നീട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്ന് പത്രം ഞാൻ ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിലൂടെ ഒരാളെങ്കിലും ദൈവത്തെ അറിയണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുകയും ചെയ്തു. സങ്കീർത്തനം 23 പ്രകാരം കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മളെ നയിക്കുന്ന ഇടയൻ ദൈവമാണ് എന്നുള്ള വലിയൊരു വിശ്വാസം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞതുപോലെ എൻ്റെ ഈ ഒരു സാക്ഷ്യം കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ ഈശോയിലേക്ക് തിരിയുവാനുള്ളൊരു കൃപയുണ്ടാകണമെന്നുള്ളൊരു പ്രാർത്ഥന ഉടമ്പടി ചെയ്യുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകണം. എൻ്റെ നിയോഗം അത് സാധിച്ചു കിട്ടണം. അത് സാധിച്ചു കിട്ടുന്നതിലൂടെ ആരെങ്കിലുമൊക്കെ ഈശോയെ അറിയുവാനും ഈശോയ്ക്ക് അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാനും കൃപയുണ്ടാകണമെന്നൊരു പ്രാർത്ഥന ഉണ്ടാകണം. ശരിക്കും ഈ സഹോദരി ഇവിടെ വരുന്നത് പിന്നെ ഖത്തറിലേക്കുള്ള പ്രോമെട്രിക് എക്സാമിന് പാസ്സാകുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പൂർണ്ണമായിട്ടും കർത്താവ് ആ ഒരു കാര്യത്തെ ഏറ്റെടുക്കുകയും പ്രതികൂല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഈ സഹോദരിയെ സഹായിച്ചു. എന്നാത് പറയുന്നു, അമ്മയ്ക്ക് മോഷൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ബ്ലഡിൻ്റെ അംശം ഉണ്ടായിരുന്നു. അതും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയും നേർച്ച വസ്തു ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് അതും പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ എടുത്തു മാറ്റുന്നു. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തർ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നവരെ, ഈ സാക്ഷ്യം കാണുന്നവരെ, നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള നിയോഗങ്ങളുള്ളവരാണ്, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളില്ല. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, കർത്താവിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അത് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ആത്മാർത്ഥമായിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. കർത്താവ് നിങ്ങളുടെ കൂടെ വരികയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ്റെ 14:18 ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത്. കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളെ സഹായിക്കും. ഈ സഹോദരിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടതിന് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.